Good morning all. ഞാൻ ഡെമോഗ്രാഫർ, പേര് പ്രീത് വി എസ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന RCH രജിസ്റ്റർ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ ചെയ്ത് RCH രജിസ്റ്റർ വേർഷൻ 2.0 എന്ന പേരിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ 2021-22 മുതൽ നമുക്ക് ഈ പുതിയ രജിസ്റ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് ഒരു തവണ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ ഡേറ്റ എലമെന്റ്സ് എല്ലാം തന്നെ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ഇതിന്റെ മീറ്റിംഗ് കൂടുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഡേറ്റ എലമെന്റ്സിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ രജിസ്റ്ററിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഡേറ്റ എലമെന്റ്സ് എല്ലാം തന്നെ ഇന്ന് നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് DHSലെ ഇവാലുവേഷൻ ഡിവിഷനിലെ JHA ആയ ശ്രീ പ്രവീൺ കുമാർ ആണ്. പ്രവീൺ കുമാറിനെ ഞാൻ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിലേക്കായിട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ RCH രജിസ്റ്ററിനെ കുറിച്ച് പ്രീത് സാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ RCH പ്രോഗ്രാം വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആ രജിസ്റ്റർ തന്നെയാണ്. ആ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഡേറ്റ എൻട്രി ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഫീൽഡിലെ RCH പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതായാലും ആ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നമുക്ക് ആ ഡേറ്റ എൻട്രി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുള്ള ജീവനക്കാർക്കെല്ലാം അറിയാം ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന അല്പം ചെറിയ ബുദ്ധിമുട്ടുകൾ. അതായത് ശരിക്കും 3 ഇൻഡെക്സുകളിലായിട്ട് EC, അതുപോലെ മദർ, പിന്നെ ചൈൽഡ്. അപ്പോൾ ഇവരുടെ ഡേറ്റ എൻട്രി കൂടുതൽ പേജുകളിൽ ഡേറ്റ എൻട്രി ചെയ്യേണ്ടത് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പലപ്പോഴായിട്ട് നിർദ്ദേശങ്ങളായിട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന്, നമ്മുടെ ഡയറക്ടറേറ്റിൽ നിന്ന് തന്നെ അയച്ചിട്ടുള്ളതാകുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കണം ഈ പുതിയ ഒരു രജിസ്റ്റർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. രജിസ്റ്റർ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ രജിസ്റ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് പ്രിന്റിങ്ങിലാണ്. പ്രിന്റ് ചെയ്ത് രജിസ്റ്റർ കയ്യിൽ എത്തുമ്പോൾ ശരിക്കും വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ രജിസ്റ്ററിൽ നേരത്തെ ഉണ്ടായിരുന്ന 3 ഇൻഡെക്സുകളെ മാറ്റി ഇപ്പോൾ ശരിക്കും 2 ഇൻഡെക്സുകളിലേക്ക്, അതായത് EC പ്ലസ് മദർ അതുപോലെ ചൈൽഡ്, അങ്ങനെ 2 എൻട്രികളിലാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ രജിസ്റ്റർ ശരിക്കും നല്ലൊരു പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ആ ഡേറ്റ എവിടെ കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. ഒറ്റയടിക്ക് ഒരല്പം ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ആ രജിസ്റ്ററിലേക്ക് സോഫ്റ്റ് കോപ്പി സാർ ഇവിടെ നിന്ന് എല്ലാവർക്കും മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. നമുക്ക് ആ രജിസ്റ്ററിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ വേർഷൻ 2, അതിന്റെ ഫ്രണ്ട് പേജ്. അപ്പോൾ ഇവിടെ ഇതിന്റെ എൻട്രീസ് ഒന്നും എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം ഓരോ RCH രജിസ്റ്ററും 2 സാമ്പത്തിക വർഷത്തിലേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും ഈ 21-22 മുതൽ പ്രയോഗത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഇതില് ഈ രജിസ്റ്ററിൽ വരുന്നത് ആദ്യത്തേതെന്ന് പറയുന്നത് ആ രജിസ്റ്ററിന്റെ സമ്മറിയാണ്. അപ്പൊ ആ സമ്മറിയിൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അതുപോലെ നമ്മൾ RCH രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും ഒരു ഹെൽത്ത് സബ് സെന്ററിലായിരിക്കും. ആ ഹെൽത്ത് സബ് സെന്ററിലെ ബന്ധപ്പെട്ട JPHന്റെ ഡേറ്റാസ് എൻട്രി ചെയ്യുന്നതിനുള്ള പേജാണ് ഈ ആദ്യം വരുന്ന പേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എല്ലാ വിഭാഗവും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൂറലും അർബനും വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായും റൂറലിന്റെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സബ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ താലൂക്ക് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. അതുപോലെ ഹെൽത്ത് ബ്ലോക്ക്, ഹെൽത്ത് ഫെസിലിറ്റി ടൈപ്പ്, ഹെൽത്ത് ഫെസിലിറ്റി നെയിം. അപ്പൊ ഇത് ഹെൽത്ത് ഫെസിലിറ്റി ടൈപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സബ് സെന്റർ ഉൾപ്പെടുന്ന ഏത് സ്ഥാപനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ സബ് സെന്റർ ഒരു PHCയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് ഫെസിലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് PHC ആയിരിക്കും. നെയിം ഓഫ് ദി ഫെസിലിറ്റി എന്ന് പറയുന്നത് ആ PHCയുടെ പേരുമായിരിക്കും. അതല്ല നമ്മളൊരു സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ കീഴിലാണ് വരുന്നതെങ്കിൽ ആ ഹെൽത്ത് ഫെസിലിറ്റിയുടെ പേര് സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നായിരിക്കും താഴെ അതിന്റെ പേര്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ് സെന്റർ നെയിം വരുന്നുണ്ട്, വില്ലേജ് വരുന്നുണ്ട്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ അർബനിലും വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രൊഫൈൽ എൻട്രിയിൽ ഇതെല്ലാം നമ്മുടെ പഴയ രജിസ്റ്ററിലും ഉണ്ടായിരുന്നത് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് 2 വർഷത്തേക്ക് പ്രത്യേകം കോളം തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പോപ്പുലേഷനും അതുപോലെ EC, എസ്റ്റിമേറ്റഡ് PW, ഇൻഫൻസ്, ചിൽഡ്രൻ, അത്രയും 2 സാമ്പത്തിക വർഷത്തേക്ക് എഴുതാനുള്ള പ്രത്യേകം കോളങ്ങളുണ്ട്. അതുപോലെ ANM-ന്റെ പേര്, മൊബൈൽ നമ്പർ. പഴയ രജിസ്റ്ററിൽ നമുക്കറിയാം ഒരൊറ്റ കോളമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പലപ്പോഴും ഞങ്ങൾ ഇവാലുവേഷനും മറ്റും പോകുമ്പോഴത്തേക്ക് തന്നെ കണ്ടിരിക്കുന്നത്, പണ്ട് ആദ്യം ചാർജ് ഉണ്ടായിരുന്ന JPH-ന്റെ പേര് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കളയുകയോ ചെയ്തിട്ട് അടുത്ത ആളിന്റെ പേരും മൊബൈൽ നമ്പറും ഒക്കെ എഴുതി ആ രജിസ്റ്റർ ആകെ ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിനു പകരം നമുക്ക് 2 പേരുടെ പേര് വരെ എഴുതാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അതിൽ കൂടുതൽ പേര് ഈ 2 സാമ്പത്തിക വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ആവുകയോ മാറിപ്പോവുകയോ ആണെങ്കിൽ അവിടെ സ്പേസ് ലഭ്യമായിരിക്കും. ആ സ്പേസിൽ ഇവരുടെ ഒന്നും പേരോ ഫോൺ നമ്പരോ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാലോ ഇത് ഒരു കൺകറന്റ് ആയിട്ടുള്ള രജിസ്റ്ററാണ്. അപ്പൊ ആ രജിസ്റ്ററിൽ വരുന്ന ഓരോ എൻട്രിയും ഏത് സമയത്ത് ആര് ചെയ്തതാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വം ആ രജിസ്റ്ററിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പേരും ഫോൺ നമ്പരും ഒരു കാരണവശാലും നമ്മൾ അതിൽ നീക്കം ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ആശ, അംഗൻവാടി വർക്കർ, അതുപോലെ മൾട്ടിപർപ്പസ് വർക്കർ, അത് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ മൾട്ടിപർപ്പസ് വർക്കർ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ അത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരിക്കും. അപ്പോൾ അവരുടെ പേര്, മൊബൈൽ നമ്പർ. അപ്പോൾ ഈ പ്രൊഫൈൽ എൻട്രിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ വലിയ സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പഴയ രജിസ്റ്ററിന്റെ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ്. പിന്നീട് നമുക്ക് അതിലുണ്ടായിരുന്ന പോലെ തന്നെ ശരിക്കും നമുക്ക് ആ ഫെസിലിറ്റിയും നമ്മുടെ സബ് സെന്ററുമായി ബന്ധപ്പെട്ട് ഒരു റെഫറൽ സർവീസ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഫസ്റ്റ് റെഫറൽ യൂണിറ്റിന്റെ അഡ്രസ്സ്, അതുപോലെ അടുത്ത നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസിന്റെ നമ്പർ, അപ്പോൾ അത്തരത്തിലുള്ള ഡേറ്റാസ് ആണ് നമ്മുടെ പിന്നെ ഫ്രണ്ട് പ്രൊഫൈൽ എൻട്രിയിൽ വരുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് സെക്ഷൻ എ എന്ന് പറയുമ്പോൾ എലിജിബിൾ കപ്പിൾ പ്രഗ്നന്റ് വിമൻ രജിസ്റ്റർ ആൻഡ് ട്രാക്കിംഗ് സർവീസ്. അപ്പൊ ഇവിടുത്തെ ഒരു വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാവും. നേരത്തെ ഉള്ളതിലാണെങ്കിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ എലിജിബിൾ കപ്പിൾ രജിസ്റ്ററിൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ എലിജിബിൾ കപ്പിളിന്റെ ഡീറ്റെയിൽസും അവരുടെ ട്രാക്കിങ്ങും ആയിരുന്നു. ഇവിടെ ഈ സെക്ഷനിൽ എലിജിബിൾ കപ്പിൾ വിത്ത് പ്രഗ്നന്റ് വിമൻ രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് സർവീസ് ആണ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഡേറ്റ എൻട്രി കുറച്ചുകൂടി എളുപ്പമാകും എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നീട് ഈ സമ്മറി ഷീറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് 2 സാമ്പത്തിക വർഷത്തിലേക്കുണ്ട്. അപ്പൊ അത് ഓരോ മന്തായിട്ട് നമുക്ക് ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ എൻട്രി വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. എലിജിബിൾ കപ്പിൾ, പ്രഗ്നന്റ് വ്യൂമൻ, ഹൈ റിസ്ക് പ്രഗ്നൻസി. അപ്പൊ അത്തരത്തില് നമുക്ക് ഇവിടെ അതാത് മാസം തന്നെ എൻട്രി വരുത്താൻ കഴിയും. അങ്ങനെ 2 സാമ്പത്തിക വർഷത്തേക്കും നമുക്ക് സമ്മറി ഷീറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എയുടെ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് പഴയ രജിസ്റ്റർ കൈകാര്യം ചെയ്തവർക്ക് ഒരു പ്രയാസവുമില്ല. അതിന്റെ ഏകദേശം അല്ലെങ്കിൽ 90% അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിലെ സീരിയൽ നമ്പർ, പിന്നെ RCH നമ്പർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് രജിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുള്ളവർക്കറിയാം. പുതിയതായിട്ട് ഈ സെക്ഷനിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രഗ്നന്റ് പിന്നെ EC രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ECയെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ECയുടെ ഡീറ്റെയിൽസ് നമ്മൾ RCH പോർട്ടലിൽ എൻട്രി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു പിന്നെ RCH ID ആ വ്യൂമന് കിട്ടുന്നത്. അത് അവരുടെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്കായിരിക്കും എത്തുന്നത്. അതിൽ നിന്ന് കളക്ട് ചെയ്ത് JPH ഈ നമ്പർ ഇതിലേക്ക് എൻട്രി ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വ്യൂമൻ വൈസ് ആണ് നമ്മൾ ശരിക്കും RCH രജിസ്റ്ററിൽ EC എൻട്രി ചെയ്യുന്നത്. അപ്പൊ RCH ID ഓഫ് വ്യൂമൻ വരുന്നു. പിന്നെ പേര്, നെയിം ഓഫ് ഹസ്ബൻഡ്. അപ്പൊ നെയിം ഓഫ് ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് പഴയ രജിസ്റ്ററിൽ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ നിർദ്ദേശങ്ങൾ RCH രജിസ്റ്ററിൽ പിന്നെ നെയിം ഓഫ് ഹസ്ബൻഡ് എഴുതുവാൻ എന്തെല്ലാം പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് അതിന്റെ ആ രജിസ്റ്ററിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇപ്പോൾ ചിലതിൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന്റെ നെയിം ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവർക്ക് അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ ഫോൺ നമ്പർ, അഡ്രസ്സ്, സ്റ്റാറ്റസിനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ്,
മൈഗ്രേറ്ററി ഇൻ, അങ്ങനെ മൈഗ്രേറ്റർ ഔട്ട്, അങ്ങനെയുള്ള ആക്റ്റീവ് വരുന്നുണ്ട്, ഗസ്റ്റ് ഓർ മൈഗ്രേറ്റഡ് ഇൻ, അതേപോലെ ഇൻആക്റ്റീവ്, ക്ലോസ്ഡ്. ഇത്രയും ഐറ്റംസ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അതിലെ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു RCH, ഒരു EC രജിസ്റ്റർ, ഒരു EC. ദെൻ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു ഏരിയയിൽ, അപ്പൊ അവർക്ക് RCH രജിസ്റ്റർ നമ്പർ നേരത്തെ കിട്ടിയിട്ടുള്ളതാവും. മറ്റൊരു ഏരിയയിൽ നിന്ന് നമ്മുടെ ഏരിയയിലേക്ക് താമസം മാറി വരുന്ന ബെനിഫിഷ്യറിയാണ് അവിടെ വരുന്നത്. മൈഗ്രേറ്റഡ് ഇൻ അല്ലെങ്കിൽ ഗസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാരണത്താൽ, ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഇതിന്റെ ആ ഒരു പിന്നെ എക്സ്പ്ലനേഷനിൽ നമ്പർ ഇട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കൊടുക്കുന്ന ഓരോ നമ്പറും, ഇപ്പോൾ RCH ID നമ്പർ ഓഫ് വിമൻ ബ്രാക്കറ്റിൽ 1 എന്ന് കൊടുത്തിരിക്കുന്നത്, ഈ 1 എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും ആ എക്സ്പ്ലനേഷൻ കോഡില് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനെ സംബന്ധിച്ച് എങ്ങനെ ആ ID നമ്പർ കിട്ടുന്നു, എങ്ങനെയാണ് അത് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഷീറ്റിൽ ഉണ്ടാവും. അതുപോലെ നെയിം ഓഫ് ഹസ്ബൻഡ്, അവിടെ ഈ 2 എന്ന് പറയുന്നതും ആ നെയിം ഓഫ് ഹസ്ബൻഡിനെ സംബന്ധിച്ച് അത് ഫില്ല് ചെയ്യുവാൻ എന്തൊക്കെ ഡൗട്ട്സ് നമുക്കുണ്ട് എന്നുള്ളത് ആ ഷീറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ സ്റ്റാറ്റസിൽ ഈ പറഞ്ഞ പോലെ ഈ 4 കാറ്റഗറിയിലുള്ള സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. പ്രഗ്നൻസി സ്റ്റാറ്റസ് yes or no, പിന്നെ ഡേറ്റ് ഓഫ് ANC രജിസ്ട്രേഷൻ, ഇതും ഈ പറഞ്ഞതുപോലെ ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന JPHN ആ ബെനിഫിഷ്യറിയെ കണ്ട് അതിന്റെ ഡീറ്റെയിൽസ് RCH രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ്, അതാണ് ഡേറ്റ് ഓഫ് ANC രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പേജ് നമ്പർ, ഇത് ഏറ്റവും പ്രധാനം. നമ്മുടെ പഴയ രജിസ്റ്ററിലതുപോലെ തന്നെ ഈ ഇൻഡെക്സിനെ അല്ലെങ്കിൽ ഈ രജിസ്റ്ററിനെ നമ്മളെ ഡീറ്റെയിൽസുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പേജ് നമ്പർ. ഈ ഇൻഡെക്സിൽ കാണിച്ചിരിക്കുന്ന എലിജിബിൾ കപ്പിളിന്റെ ആ വരുന്ന ഡീറ്റെയിൽസ് ഏത് പേജിലാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതായത് പഴയ രജിസ്റ്റർ പോലെ ഇതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുവാൻ എടുക്കുന്ന പേജ് നമ്പർ, ആ പേജ് നമ്പറാണ് കറസ്പോണ്ടിങ് പിന്നെ ഇൻഡെക്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു EC, ഇപ്പം ബിന്ദു എന്ന് പറഞ്ഞ പേരുള്ള ഒരു വിമൻ ഉണ്ടെങ്കിൽ ആ വിമനിന്റെ ECയുടെ ഡീറ്റെയിൽസ് ഏത് പേജിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പേജ് നമ്പർ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ പേജ് നമ്പർ എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു ECയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുവാനായിട്ട് നമ്മൾ ഇൻഡെക്സിൽ അയാളുടെ പേര് നോക്കുന്നു, ആ പേരിൽ നിന്നും കറസ്പോണ്ടിങ് പേജ് നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഫസ്റ്റ് EC അതിന്റെ കറസ്പോണ്ടിങ് പേജ് നമ്പർ എടുക്കുമ്പോൾ ഇതാണ് ആ കറസ്പോണ്ടിങ് പേജ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ പേജ് നമ്പർ 1, ഈ 1ലാണ് ഈ ബിന്ദു എന്ന് പറയുന്ന ആ ECയെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇതാ ഇവിടെ വരുന്നത്. അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ രജിസ്റ്ററിൽ നമ്മൾ ഇൻഡെക്സിൽ നിന്ന് ഇപ്പോൾ EC ആണെങ്കിൽ EC1, EC2A അങ്ങനെ പിന്നെ നമുക്ക് പല സെക്ഷനുകളിലേക്ക് പോകേണ്ടിയിരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ പേജില് 2 വശങ്ങളിലായിട്ട് ECയുടെയും അതുപോലെ പ്രഗ്നന്റ് വിമന്റെ ട്രാക്കിങ്ങും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പേജില് പ്രധാനമായിട്ടും ഇതിനെ സെക്ഷൻ 1 ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന് തിരിച്ചിട്ടുണ്ട്. അതേപോലെ സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 അത് ഈ ഒരു പേജിൽ. ഇതിന്റെ മറ സൈഡ് എന്ന് പറയുന്നതും അത് ട്രാക്കിംഗ് ഓഫ് പ്രഗ്നന്റ് വിമന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പേപ്പറിന്റെ, അതായത് ഈ 2 പേജിൽ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ECയുടെയും പ്രഗ്നന്റ് വിമന്റെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ ഉൾപ്പെടുത്തുവാൻ കഴിയും. ഇനി നമ്മൾ ആ പേജിന്റെ വിശദമായ വശങ്ങൾ പരിശോധിച്ചാൽ അതിലതാ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെനിഫിഷ്യറി സ്റ്റാറ്റസ്, അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്റ്റീവ്, മൈഗ്രേറ്റഡ് ഇൻ ഓർ ഔട്ട്, ഗസ്റ്റ്, ഇനാക്റ്റീവ്, ക്ലോസ്ഡ്. ഡേറ്റിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് ആണ്. എന്നാണോ ആ ബന്ധപ്പെട്ട JPHന്റെ ശ്രദ്ധയിൽ വരുന്നത്, ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ആ കളക്ട് ചെയ്ത് RCH രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്നത്, ആ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഡേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഇപ്പൊ ഡിസ്ട്രിക്റ്റ്, ഏരിയ, അത് റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് ഇതൊന്നും വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ പിന്നെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചു ഹെൽത്ത് ഫെസിലിറ്റി ടൈപ്പ്. ഹെൽത്ത് ഫെസിലിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെസിലിറ്റി ഏതാണ്, ആ ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ സബ് സെന്റർ ഉൾപ്പെടുന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ അതോടൊപ്പം ഇപ്പോൾ ഹെൽത്ത് പ്രൊവൈഡർ ANMന്റെ പേര്, JHIയുടെ പേര്, അതുപോലെ പേര്, ഇത്രയും കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്താൻ കഴിയും.
ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു. RCH ID കൃത്യമായിട്ടും എഴുതാൻ കഴിയും. ഇത് ഈ പറഞ്ഞ ഡേറ്റാസ് ഒക്കെ ശരിക്കും നേരത്തെ നമ്മൾ ഇൻഡെക്സിൽ വന്നതുപോലെ തന്നെ. പിന്നെ ആധാർ നമ്പർ വിമനിന്റെ ആധാർ നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ പിന്നെ RCH പ്രോഗ്രാമിലെ വിവിധ പദ്ധതികൾ പ്രകാരം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഈ ECക്കും അതുപോലെ ആ പ്രഗ്നന്റ് വിമനിനും ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ അവർക്ക് വിവിധ പ്രോഗ്രാമുകളിൽ ഉൾപ്പെട്ട സാമ്പത്തിക സഹായം അത് മിക്കവാറും എല്ലാം DBT വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ DBT വഴി ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്നതാണ് ആധാർ നമ്പറും അക്കൗണ്ട് നമ്പറും IFSC കോഡും എല്ലാം നിർബന്ധമാണ്. അപ്പൊ അത് അവരെ ബോധ്യപ്പെടുത്തി അതിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിന് ഒരു ശരിക്കും പറഞ്ഞാൽ അതിനൊരു സമ്മതപത്രം, അതിന്റെ മോഡലും ഈ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സമ്മതപത്രത്തിൽ അവരുടെ വില്ലിങ്നെസ്സും കൂടെ വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ആധാർ നമ്പറും അതുപോലെ അവരുടെ പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസും ഈ നമ്മളെ ബന്ധപ്പെട്ട രജിസ്റ്ററുകളിൽ ഉൾപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും അവരുടെ സമ്മതം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാകുന്നു. അതും നമ്മൾ വാങ്ങേണ്ടതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ആധാർ നമ്പർ തരുവാനോ അതിനുള്ളതാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ നമുക്കിവിടെ ടിക്ക് ചെയ്യാൻ കഴിയും. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ആധാർ നമ്പറും ബാക്കി ഡീറ്റെയിൽസും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഇതിൽ ഓരോ ഡീറ്റെയിൽസിലും ഇപ്പോൾ ഒക്യുപ്പേഷൻ 7A എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ രജിസ്റ്ററിന്റെ തന്നെ ഭാഗമാണ്. രജിസ്റ്ററിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം പിന്നെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത് സംശയ നിവൃത്തിക്ക് വേണ്ടി നമുക്ക് ആ കറസ്പോണ്ടിങ് പേജിൽ 7A നോക്കിക്കഴിഞ്ഞാൽ 7B നോക്കിക്കഴിഞ്ഞാൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 2 എന്ന് പറയുന്നത് അത് ട്രാക്കിംഗ് ഓഫ് എലിജിബിൾ കപ്പിൾ. ഇത് നമുക്ക് പഴയ രജിസ്റ്ററിൽ വീണ്ടും ഇത് കറസ്പോണ്ടിങ് പേജുകളിലേക്ക് വീണ്ടും നമുക്ക് പോകണമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ആ രജിസ്റ്റർ ചെയ്യുന്ന പേജിൽ തന്നെ നമുക്ക് ആ വിവരവും ലഭ്യമാണ്. അത് കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് പിന്നെ 2 സാമ്പത്തിക വർഷമായിട്ട് ഡേറ്റ രേഖപ്പെടുത്തുവാൻ കഴിയും. അത് ഫോർ ഇയർ 1 അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 1 ഫിനാൻഷ്യൽ ഇയർ 2 എന്നുള്ള രീതിയിൽ നമുക്കിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് യൂസേജ് ഓഫ് കോൺട്രസെപ്റ്റീവ്, ഇപ്പോൾ നിലവിൽ അത് ഏതെങ്കിലും കോൺട്രസെപ്റ്റീവ് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. ആ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ കറസ്പോണ്ടിങ് ഞാൻ പറഞ്ഞില്ല, കറസ്പോണ്ടിങ് പേജിൽ നമുക്ക് അത് കറസ്പോണ്ടിങ് പേജ് എടുക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് ഈസി ട്രാക്കിങ്ങിൽ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ കോൺട്രസെപ്റ്റീവ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ മെത്തേഡ്സ് യൂസ്ഡിൽ ഏതെല്ലാം മെത്തേഡ്സ് എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കോണ്ടംസ്, A എന്ന് പറയുന്ന കോണ്ടംസ്, അതേപോലെ കമ്പൈൻഡ് ഓറൽ പിൽസ്, സെൻക്രോമൻ പിൽസ്, POP, EC പിൽസ്, IUCD-യിൽ തന്നെ 2 ടൈപ്പ് 380A-യും 375-ഉം, പിന്നെ ഇൻജെക്റ്റബിൾ കോൺട്രസെപ്റ്റീവ്, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, മെയിൽ സ്റ്റെറിലൈസേഷൻ, നൺ അതേഴ്സ്. ഇത്രയും കാറ്റഗറിയാണ് ഉള്ളത്. അപ്പൊ ആ കാറ്റഗറിയിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് അവിടെ സൂചിപ്പിക്കാം. അതുപോലെ കറന്റ്ലി യൂസിങ് സ്പേസിംഗ് മെത്തേഡ് ആൻഡ് വാണ്ട് ടു ചേഞ്ച് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്, അതും ഇത്തരത്തിൽ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇത്തരത്തിലാണ് ആ ഒരു എൻട്രി പോകുന്നത്. ഇതിൽ ഈ ബന്ധപ്പെട്ട ഈ കോഡ് നമ്പർ എന്ന് പറയുന്നത് അവിടെ അത് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഏതെല്ലാമാണ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന്. ഇനി അടുത്ത ട്രാക്കിംഗ് ഓഫ് എലിജിബിൾ കപ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ 2 സാമ്പത്തിക വർഷമായിട്ട് നമുക്ക് അത് രേഖപ്പെടുത്താൻ കഴിയും. ഫിനാൻഷ്യൽ ഇയർ 1 അതിൽ ഏപ്രിൽ ടു മാർച്ച് കോളംസ് ഉണ്ട്. അതിൽ ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് ഇവരുടെ ഓരോ ഡീറ്റെയിൽസും കൊടുക്കാൻ കഴിയും. ഇപ്പോൾ LMB പിന്നെ LMB എന്ന് രേഖപ്പെടുത്തുന്നതിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻസി കഴിഞ്ഞതാണെങ്കിൽ ലാക്ടേഷൻ അമ്നോറിയ ആ ഡേറ്റ് എന്നുവരെ ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്താൻ കഴിയും. അത് കഴിഞ്ഞ് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി, എവിടെ നിന്നാണ് സർവീസ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് രേഖപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ OCP അല്ലെങ്കിൽ കോണ്ടംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഓരോ മാസവും നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സ്ട്രിപ്സ് അല്ലെങ്കിൽ പീസസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ അതായത് ശരിക്കും ഇഷ്യൂ രജിസ്റ്റർ എന്ന് പറയുന്നതിന് പകരം ഈ ഒരു കോളം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്.
അത്തരത്തില് ഏത് ഫാമിലി പ്ലാനിങ് മെത്തേഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ ടെമ്പററി മെത്തേഡ്സിന്റെ എല്ലാ ഇഷ്യൂസിനെയും നമുക്ക് ഇവിടെ രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ ആ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിന്റെ ഡേറ്റ് സഹിതം അത് ഏത് ടൈപ്പാണ്, പിന്നെ NSV ആണോ, ലാപ്രോ ആയിരുന്നോ, മിനി ലാപ്പ് ആയിരുന്നോ എന്നുള്ളതും അതിന്റെ ഫോളോ അപ്പുകൾ, ആ ഓരോ ഫോളോ അപ്പുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാൻ കഴിയും. പിന്നെ ഇഷ്യൂവൻസ് ഓഫ് സ്റ്റെറിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, അതിന്റെ ഡേറ്റും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. ആ ഡേറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ സ്റ്റാറ്റസ് ഓഫ് EC നമ്മൾ പറഞ്ഞു. അപ്പൊ ആ സ്റ്റാറ്റസ് ഓഫ് ECയിൽ ഇനാക്റ്റീവ് എന്ന ഒരു കോളം ഉണ്ട്. ആ ഇനാക്റ്റീവില് ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പെർമനന്റ്ലി സ്റ്റെറിലൈസ്ഡ് എന്നുള്ളതാണ്. അപ്പൊ ആ പെർമനന്റ്ലി സ്റ്റെറിലൈസ്ഡ് എന്ന് വന്ന് അത് ഇനാക്റ്റീവ് ആകണമെങ്കിൽ അതിന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഇഷ്യൂവൻസ് ഓഫ് സ്റ്റെറിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ, അതായത് സ്വാഭാവികമായിട്ടും മിനി ലാപ്പ്, ലാപ്രോ എന്നിവ ആണ്, PPS എന്നിവയാണെങ്കിൽ ആ പ്രോസസ്സിന് ശേഷം 1 മാസത്തിനുള്ളിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അതുപോലെ വാസക്ടമി ആണെങ്കിൽ 3 മാസത്തിനുള്ളിൽ. അപ്പോൾ ഇത് ആ ബന്ധപ്പെട്ട സർജറി ചെയ്ത ഫെസിലിറ്റിയിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ ആക്റ്റീവ് സ്റ്റാറ്റസിന് ഇനാക്റ്റീവ് സ്റ്റാറ്റസ്, അതായത് പെർമനന്റ്ലി സ്റ്റെറിലൈസ്ഡ് ഇനാക്റ്റീവ് സ്റ്റാറ്റസ് ആക്കി മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോളത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എലിജിബിൾ കപ്പിൾ പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വെച്ച് ട്രാക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ പിന്നെ IUCDയിലും അതുപോലെ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ടെമ്പററി മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെയും ഫിനാൻഷ്യൽ ഇയർ 1-2 ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താം. അതിൽ IUCD ഇൻസർഷൻ ആണെങ്കിൽ അതിന്റെ ഡേറ്റ്, ടൈപ്പ്, ഏത് ടൈപ്പാണ് നമ്മൾ ഇൻസർട്ട് ചെയ്തത്, പിന്നെ അതോടൊപ്പം തന്നെ IUCD ഇൻസർഷന്റെ ഫോളോ അപ്പിൽ വരാവുന്ന ഫൈൻഡിങ്സ്, ആ ഫൈൻഡിങ്സ് അവിടെ എഴുതാം. അതുപോലെ ഫോളോ അപ്പ് വിസിറ്റുകൾ കൃത്യമായിട്ടും നമുക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. IUCD ഫോളോ അപ്പിന്റെയും ഏത് തരത്തിലാണ് ഫോളോ അപ്പുകൾ രേഖപ്പെടുത്തേണ്ടതെന്നുള്ളത് ഈ 17 എന്ന് പറയുന്ന കോഡില് ലഭ്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് അവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് IUCD ഫോളോ അപ്പിൻ്റെ പറയുകയാണെങ്കിൽ ഇതിലെ ഫോളോ അപ്പിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫോളോ അപ്പ് എന്ന് പറയുന്നത് 6 വീക്സിലാണ്, അറ്റ് 6 വീക്സ്, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് മെൻസസ് ആഫ്റ്റർ ദി IUCD ഇൻസർഷൻ. അപ്പൊ അതാണ് നമ്മൾ സാധാരണ ഫസ്റ്റ് ഫോളോ അപ്പിൽ എൻട്രി ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ ഡേറ്റ്, ആ ഡേറ്റ് നമ്മൾ പേപ്പറിലാണോ മെയിലാണോ ഏത് മാസമാണോ അവർ IUCD ഇൻസർഷൻ കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് പോകുന്നത്, ആ ഡേറ്റ് ആണ് ആ കോളത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ 3 മന്ത്സ് ഫ്രം ഡേറ്റ് ഓഫ് ഇൻസർഷൻ. ആ ഡേറ്റ് ഓഫ് ഇൻസർഷൻ കഴിഞ്ഞ് 3ാമത്തെ മാസത്തിലായിരിക്കണം ആ ഒരു ഡേറ്റ് വരേണ്ടത്. അതുപോലെ തേർഡ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് ഫ്രം ഡേറ്റ് ഓഫ് ഇൻസർഷൻ, അത് 6 മാസത്തില് അടുത്ത ഫോളോ അപ്പ്. അപ്പൊ അത്തരത്തിലാണ് ആ ഫോളോ അപ്പ് എൻട്രി ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇനി ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂഷൻ ആൻഡ് സ്വിച്ചിങ് എന്നുള്ളതാണ്. അതായത് ഒരു ടെമ്പററി മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു EC ഏതെങ്കിലും കാരണവശാൽ ഒരു പർട്ടിക്കുലർ മന്തിൽ അത് പിന്നെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവര് ഇപ്പോൾ OP ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് OP മാറി പിന്നെ അന്തരയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ DMPA ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഛായ POPയിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്ന ട്രാൻസ്ഫർ, ആ മാറ്റം, അത് നമുക്ക് ഇവിടെ ആ കറസ്പോണ്ടിങ് മന്തിൽ രേഖപ്പെടുത്തും. അതാണ് നമുക്ക് ഈ പിന്നെ അതിന്റെ ഫോളോ അപ്പിൽ എഴുതാവുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ ആ ECയുടെ ഡെത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്, പ്ലേസ് ഓഫ് ഡെത്ത്, റീസൺ ഓഫ് ഡെത്ത്, അത് ഇത്ര എഴുതി കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇനാക്റ്റീവ് എന്ന് പറയുന്ന കോളത്തിലേക്ക് പോകും. അതായത് നമ്മുടെ ECയുടെ ഇൻഡെക്സിൽ സ്റ്റാറ്റസിന്റെ കോളത്തിൽ ഇനാക്റ്റീവ് ആകുന്ന മറ്റൊരു കണ്ടീഷനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 3. സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് വിമൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇത് നമുക്ക് പഴയ രജിസ്റ്ററിലായിരുന്നു എങ്കിൽ നമുക്കറിയാം, വീണ്ടും പുതിയ ഒരു ഇൻഡെക്സ് എഴുതി ആ ഇൻഡെക്സിൽ നിന്ന് കറസ്പോണ്ടിങ് പേജ് നമ്പറിലേക്ക് പോയി പ്രഗ്നന്റ് വിമന്റെ ഡീറ്റെയിൽസ് 4 പേജിലോളം വരുന്ന ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ആ 4 പേജിലെ ഡീറ്റെയിലും അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസും ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഗുണപരമായ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഒരു സിംഗിൾ പേജിൽ തന്നെ വീണ്ടും ഒരു ഇൻഡെക്സിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പേജ് മറിക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ ആ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ കഴിയുന്നു. അപ്പോൾ അത് LMB ഡേറ്റ് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും വരുന്നുണ്ട് ഡേറ്റ് ഓഫ് ANC രജിസ്ട്രേഷൻ. ആ ഡേറ്റ് ഓഫ് ANC രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ,
നമ്മൾ ഏരിയയിലുള്ള ഒരു പിന്നെ ECA അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് വിമനെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ കാണുകയും അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ആ ഡീറ്റെയിൽസ് RCH പോർട്ടലിൽ എൻട്രി കഴിയുമ്പോഴാണ് അവർക്ക് ആ രജിസ്ട്രേഷൻ വരുന്നത്. ആ എൻട്രി ചെയ്യുന്ന ഡേറ്റ് ആണ് ശരിക്കും ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആയിട്ട് ANC രജിസ്ട്രേഷൻ ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. പിന്നീട് അവിടെ ഈ പറയുന്ന EDD എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഇതും നമുക്ക് അവിടെ രേഖപ്പെടുത്തണം. LMB ഉണ്ട്. ആ LMB വെച്ച് EDD കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാ JPHന്മാർക്കും അറിയാം. കൂടാതെ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിന് വേണ്ടി കഴിഞ്ഞ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു റെഡി റെക്കണർ ടാബ് ഇതിന്റെ ഈ രജിസ്റ്ററിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ റെഡി റെക്കണർ ടാബിൽ നിന്ന് LMB ഉണ്ടെങ്കിൽ ആ LMB വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടും ആ ഡേറ്റ് അവിടെ നോക്കി തന്നെ എഴുതാൻ കഴിയും. കാൽക്കുലേഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ റെഡി റെക്കണർ ടേബിൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇനി ബാക്കിയുള്ളത് ആ പ്രഗ്നന്റ് വിമന്റെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളും നമുക്ക് അവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഈ ഡേറ്റാസ് എല്ലാം തന്നെ കൃത്യമായ ഡേറ്റകളാകുവാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ RCHന്റെ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് തന്നെ RCH രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഫോൺ നമ്പറിൽ DHSൽ നിന്ന് തന്നെ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും ആ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടിങ് ബെനിഫിഷ്യറിയുടേത് അല്ലാതെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നേരിട്ട് അവരെ കണ്ട് ആ ഫോൺ നമ്പർ അവരുടേതാണോ ഹസ്ബൻഡിൻ്റെതാണോ എന്നുള്ളത് അല്ലെങ്കിൽ നെയ്ബറുടേതാണോ എന്ന് മനസ്സിലാക്കാതെ രേഖപ്പെടുത്തുന്നത് കൊണ്ടാവാം. അപ്പൊ അത് കൃത്യമായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഇവരുടെ ഫോളോ അപ്പ് നമ്മൾ ഈ പറഞ്ഞ DHSൽ നിന്ന് പോലും നമുക്ക് ഇപ്പൊ സ്റ്റാറ്റിനിങ്ങിൽ നിന്ന് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഫോളോ അപ്പിൽ ബന്ധപ്പെടുമ്പോൾ ഈ കറസ്പോണ്ടിങ് നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും വളരെ അപൂർവം കേസുകളിലാണ് ആ നമ്പർ തെറ്റായി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നമ്പർ ഒന്ന് ഉത്തരവാദിത്വത്തോടുകൂടി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അവർക്ക് മുൻപുണ്ടായിരുന്ന ഇൽനെസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കോളംസ് ഉണ്ട്. ഇവിടെയൊന്നും കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ്. അതിന്റെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് 2 പ്രഗ്നൻസി അത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. അതായത് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഔട്ട്കം ഓഫ് ലാസ്റ്റ് പ്രഗ്നൻസി. അപ്പോൾ ഔട്ട്കം ഓഫ് ലാസ്റ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത് 3 ഓപ്ഷനാണുള്ളത്: അബോർഷൻ, ലൈവ് ബർത്ത്, സ്റ്റിൽ ബർത്ത്. അതിൽ ഏതാണ് എന്നുള്ളത്. അപ്പൊ ഈ അവിടെയും ഞാൻ ഈ പറഞ്ഞ 23 എന്ന് പറയുന്ന കോഡ് കറസ്പോണ്ടിങ് ഇൻഡെക്സ് പേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ 23ൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്താനുള്ളതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കി തന്നെ നമുക്ക് അവിടെ രേഖപ്പെടുത്താൻ കഴിയും. പിന്നെ ഇൻഡിക്കേറ്റ് എക്സ്പെക്റ്റഡ് പ്ലേസ് ഓഫ് ഡെലിവറി. അപ്പോൾ അത് ഏത് ഫെസിലിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആവാം, സബ് ഡിസ്ട്രിക്ട് ആവാം, മെഡിക്കൽ കോളേജ്, CHC, PHC, സബ് സെന്റർ, അങ്ങനെ നമുക്ക് ഏത് ഫെസിലിറ്റി ആണോ നമ്മൾ പിന്നെ എക്സ്പെക്റ്റഡ് പ്ലേസ് ഓഫ് ഡെലിവറി ആയിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്താവുന്നത്. പിന്നെ അടുത്തത് ANC സർവീസ് ഡീറ്റെയിൽസ്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ കുറെ ഡീറ്റെയിൽസ് പഴയ രജിസ്റ്ററിൽ ഇല്ലാതിരുന്നവയാണ്. പുതിയതായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഉണ്ട്. അത് ഈ പ്രഗ്നന്റ് വിമന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും ശരിക്കും അവർക്ക് നല്ലൊരു സർവീസ് കൊടുക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇവിടെ ബ്ലഡ് എക്സാമിനേഷൻ ഡീറ്റെയിൽസിൽ തന്നെ ഇപ്പോൾ VDRL ടെസ്റ്റ്, അതിന്റെ സ്റ്റാറ്റസ് ഡൺ, നോട്ട് ഡൺ, റിയാക്റ്റീവ്, നോൺ റിയാക്റ്റീവ്. ഇനി HIV സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പോൾ HIV സ്ക്രീനിങ് ടെസ്റ്റില് പിന്നെ അത് റിയാക്റ്റീവ് ആണോ അല്ലെങ്കിൽ അവിടെ റെഫർ ടു ICTC, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത് HIV സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രഗ്നന്റ് വിമന് അവരുടെ ആ ഒരു പീരീഡിനുള്ളിൽ എപ്പോഴായാലും ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ നോട്ട് ഡൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓർമ്മിക്കുക, അത് പിന്നെ റെഫർ ടു ICTC ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ HbS-AG അതും ഇതുപോലെ തന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് രേഖപ്പെടുത്തുവാൻ കഴിയുന്നു. പിന്നെ ANC സർവീസിൽ ഡേറ്റ് ഓഫ് ANC വിസിറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ വിസിറ്റ് തന്നെ ആയിരിക്കും നമ്മൾ RCH പോർട്ടലിലും എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ അതുകൊണ്ട് ആ ഡേറ്റുകൾ കൃത്യമായിട്ടും പിന്നെ അത് ആ ഒരു കറക്റ്റ് ഇന്റർവെൽ നമുക്കറിയാലോ, സ്പെസിഫിക്. ഇപ്പൊ ഫസ്റ്റ് വിസിറ്റ് എപ്പോഴായിരിക്കണം, സെക്കൻഡ് വിസിറ്റ് എപ്പോഴായിരിക്കണം എന്നുള്ള കൃത്യമായ ഇടവേളകൾ നമുക്ക് RCH രജിസ്റ്ററിന്റെ അല്ലെങ്കിൽ RCH
സർവീസിന്റെ ഭാഗമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടും ആ പറയുന്ന ഡേറ്റുകളിൽ തന്നെ ആയിരിക്കണം വിസിറ്റും അതുപോലെ എൻട്രിയും. വിസിറ്റ് എപ്പോഴും വേണോ ആകാൻ കുഴപ്പമില്ല, ഒന്നിൽ കൂടുതൽ വിസിറ്റ് ആയാലും അതിന് വേറെ ബെനിഫിഷ്യറിക്ക് കൂടുതൽ മെച്ചമേ ഉള്ളൂ. പക്ഷേ ഡേറ്റ് എൻട്രി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, RCH പോർട്ടലിൽ കറസ്പോണ്ടിങ് ഡേറ്റുകൾ കൃത്യം ഇടവേളകൾ അല്ലെങ്കിൽ അതിൽ സേവ് ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡേറ്റിന്റെ, പക്ഷെ രജിസ്റ്ററിൽ നമുക്ക് പോകുന്ന ഡേറ്റ് എഴുതി വയ്ക്കാം, പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. ശരിക്കും RCH പോർട്ടലിൽ എൻട്രി ചെയ്യുന്ന ഡേറ്റും കറസ്പോണ്ടിങ് ഡേറ്റും തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ആ വിസിറ്റുകളെല്ലാം സ്പെസിഫൈഡ്, ഇപ്പൊ ഫസ്റ്റ് വിസിറ്റ് നടത്തേണ്ട ടൈം അതിന്റെ കറസ്പോണ്ടിങ് ടൈമിൽ തന്നെയാണ് അത് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ ഇപ്പൊ അഡീഷണൽ ആയിട്ടൊരു കോളവും കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് വിസിറ്റ് അണ്ടർ PMSMA ആണ്. അപ്പൊ PMSMA വിസിറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മുടെ JPH നേരിട്ട് കൊടുക്കുന്ന ഒരു സർവീസ് അല്ല. പക്ഷെ അവർക്ക് അത്തരത്തിലുള്ള ഒരു സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും കൂടി ഇവിടെ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നു. അതും അവരുമായി ബന്ധപ്പെട്ട് ആ ഡേറ്റും കൂടി ഉൾപ്പെടുത്തുന്നത് കൂടുതൽ മെച്ചമാണ്. ഇനി ഇതിന്റെ ഈ പേജിന്റെ മറുവശം ട്രാക്കിംഗ് ഓഫ് പ്രഗ്നന്റ് വിമൻ, അതുപോലെ ഇൻഫന്റ്, അതിനുള്ള കോളമാണ്. അപ്പൊ അതില് ആദ്യം വരുന്നത് അബോർഷൻ ആണ്. അപ്പൊ ആ അബോർഷന്റെയും പിന്നെ അബോർഷൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് രേഖപ്പെടുത്തുവാം. പിന്നെ അബോർഷൻ എന്ന് പറയുമ്പോൾ അതില് ഡേറ്റ്, നമ്പർ ഓഫ് വീക്സ് ഓഫ് പ്രഗ്നൻസി, അപ്പോൾ അത് സ്പോണ്ടേനിയസ് ആണോ, ഇൻഡ്യൂസ്ഡ് ആണോ, ഇൻഡിക്കേറ്റ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഉണ്ട്. അത് അത്രയും നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി പോസ്റ്റ് അബോർഷൻ കോൺട്രാസെപ്റ്റീവ് ഡീറ്റെയിൽസ്, അതാണ് ഇവിടെ നമുക്ക് രേഖപ്പെടുത്താവുന്നത്. അപ്പൊ ആ പോസ്റ്റ് അബോർഷൻ കോൺട്രാസെപ്റ്റീവ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള, ഇപ്പോൾ OP ആണോ, CC ആണോ, അതല്ല മറ്റേതെങ്കിലും IUDയോ മറ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷനിലേക്ക് തന്നെയാണോ പോയത് എന്നുള്ളതും അവിടെ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ANC സർവീസ്, ANC സർവീസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 4 വിസിറ്റും പിന്നെ PMSMAയുടെ വിസിറ്റുമാണ് അവിടെ രേഖപ്പെടുത്താവുന്നത്. ആ കറസ്പോണ്ടിങ് വിസിറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ആ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, അതായത് വെയിറ്റ് ഓഫ് പ്രഗ്നന്റ് വിമൻ, മിഡ് സർക്കംഫറൻസ്, ബ്ലഡ് പ്രഷർ, ഹീമോഗ്ലോബിൻ, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ, ഇത്തരത്തിലുള്ള എല്ലാത്തരം ഡീറ്റെയിൽസും നമുക്ക് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യമുണ്ട്. ഇതിപ്പോ ഈ രജിസ്റ്റർ, പഴയ രജിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇതില് ഈ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയും. പഴയ രജിസ്റ്ററിൽ ഇത്രയ്ക്കധികം ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ RCH രജിസ്റ്റർ വളരെ സമഗ്രമായി മാറിയിരിക്കുകയാണ്. ആ രജിസ്റ്ററിൽ നിന്ന് ആ ബെനിഫിഷ്യറിയെ സംബന്ധിച്ച്, ആ പ്രഗ്നന്റ് വിമനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരം, അവർക്ക് ഏത് തരത്തിലുള്ള സർവീസ് ആണ് അത്യാവശ്യം വേണ്ടി വരുന്നതെന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ നമ്പർ ഓഫ് ഫോളിക് ആസിഡ്, IFA ടാബ്, കാൽഷ്യം, ആൽബൻഡസോള്, ഇതെല്ലാം കൊടുക്കുന്ന എണ്ണം ഉൾപ്പെടെ. മാത്രവുമല്ല, ഇപ്പൊ ഈ 32 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഇൻഡിക്കേറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോളിക് ആസിഡ് ടാബ് എന്ന് മുതൽ കൊടുക്കണം, എത്ര എണ്ണം കൊടുക്കണം, അപ്പൊ കൊടുക്കാൻ കഴിയാതിരുന്നാൽ എന്താണ് എന്നുള്ള ആ ഫുൾ ഡീറ്റെയിൽസ്. ഇപ്പോൾ വൈറ്റമിൻ പിന്നെ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ D3 അത് എന്ന് മുതലാണ് കൊടുക്കേണ്ടത്, എത്ര എണ്ണമാണ് കൊടുക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് കറസ്പോണ്ടിങ് പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഈ രജിസ്റ്റർ, പഴയ രജിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഭൂരിഭാഗം പേരും. അപ്പൊ അവർക്ക്, ഈ പഴയ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതൊന്നും അതുകൊണ്ട് തന്നെ എൻട്രി ചെയ്യുവാൻ വലിയ പ്രയാസം വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ്, അത് പിന്നെ ചെയ്ത ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആ പ്രഗ്നന്റ് വിമനെ സംബന്ധിച്ചിട്ടുള്ള ശാരീരിക പരിശോധനകളുടെ ഡീറ്റെയിൽസും, അത് പിന്നെ റെഫറൽ സൗകര്യങ്ങൾ, അതായത് ഹൈ റിസ്ക് സിംറ്റംസ് ഏതെങ്കിലും പ്രകടിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് റെഫറൽ ചെയ്തുവെങ്കിൽ അത് അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ പ്രിഫേർഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആഫ്റ്റർ ഡെലിവറി അതുവരെ നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ആ പ്രഗ്നന്റ് വിമന്റെ അടുത്തും അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തും കൺസൾട്ട് ചെയ്തുകൊണ്ട് അവർ ഏത് മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തുവാൻ കഴിയും. അപ്പൊ അത് തന്നെ ശരിക്കും നമുക്ക് ഇത് കഴിയുമ്പോൾ അവർക്ക് ഏത് തരം സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്നൊരു കണക്കെടുക്കുവാനും അതനുസരിച്ച് നമ്മുടെ സ്റ്റോക്ക്
ഇന്റന്റ് ചെയ്യുവാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തത് പ്രഗ്നന്റ് വിമൻ ഡൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതും വിശദമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒരു FDIR അത് തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയും അത് വെച്ചിട്ട് ഇത് രേഖപ്പെടുത്തേണ്ട ഡീറ്റെയിൽസും നമ്മുടെ കറസ്പോണ്ടിങ് പേജിൽ ഇൻഡിക്കേറ്റർ വൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ഡെലിവറി, അത് ഏത് തരത്തിലുള്ള കോംപ്ലിക്കേഷനാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ അതിൻ്റെ എക്സാമ്പിൾ ആ പേജ് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത് നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. A എന്ന് പറയുന്ന PPH, B റീറ്റെയിൻഡ് പ്ലാസന്റ, ഒബ്സ്ട്രക്റ്റഡ് ഡെലിവറി, പ്രൊലാപ്സ്ഡ് കോഡ്, അങ്ങനെ വരുന്ന ഏത് തരത്തിലുള്ള കോംപ്ലക്സ് പിന്നെ ബുദ്ധിമുട്ടാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഈ കോംപ്ലിക്കേഷനിൽ എൻട്രി ചെയ്യാൻ കഴിയും. പിന്നെ JSY ബെനിഫിഷ്യറി ആണോ, പേയ്മെന്റ് കിട്ടിയോ എന്നുള്ള ഡീറ്റെയിൽസ്, ഔട്ട്കം ഓഫ് ഡെലിവറി, ഇത്രയും കാര്യങ്ങൾ അവിടെ നമുക്ക് രേഖപ്പെടുത്തുവാനുണ്ട്. പിന്നെ മെറ്റേണൽ ഡെത്ത് ആണെങ്കിൽ അവിടെയും FDIR കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ്. അപ്പോൾ അങ്ങനെ മെറ്റേണൽ ഡെത്തിന്റെ ഡീറ്റെയിൽസ്, നിയോനേറ്റൽ ഡെത്ത് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രഗ്നന്റ് വിമന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻഫന്റ് വരെയുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഇത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇൻഫന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ RCH പോർട്ടലിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ RCH ID ഓഫ് ചൈൽഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ആ RCH ID ആണ് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് ഒരു ഡെലിവറിയിൽ തന്നെ ശരിക്കും 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുവാനുള്ള കോളം നമുക്കിവിടെ ഉണ്ട്. ഇപ്പൊ ട്വിൻസ് ആണെങ്കിൽ നമുക്ക് അതുവരെ രേഖപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, ഇത് ഡൽഹിയിൽ നിന്നുള്ള ട്രെയിനിങ്ങിൽ അങ്ങനെ ഒരു സംശയം വന്നിരുന്നു. അപ്പോൾ ട്രിപ്ലെറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് അവിടെ നിന്ന് തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ താഴെ സ്പേസിൽ തന്നെ അതും കൂടി രേഖപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ്. ബേബി 3 എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് അതിന് പറഞ്ഞു തന്ന നിർദ്ദേശം. അപ്പോൾ എന്തായാലും ഇത്തരത്തില് ബേബിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ RCH ID ആണ് അതിൽ ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ബർത്ത് ഡോസ് വാക്സിനേഷനുകളും ഇവിടെ നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B0, വൈറ്റമിൻ K, ഇത്രയും ബർത്ത് ഡോസ് ഡീറ്റെയിൽസും ഇവിടെ തന്നെ എൻട്രി ചെയ്യാൻ കഴിയുന്നു. അടുത്ത 6ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ PNC സർവീസ് ആണ്. അപ്പോൾ ആ PNC സർവീസിൽ 7 വിസിറ്റുകൾ വരെ രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതില് ഡേറ്റ് ഓഫ് HBNC അല്ലെങ്കിൽ PNC വിസിറ്റ്, അതാണ് നമ്മൾ ഇവിടെ ഈ ഓരോ കറസ്പോണ്ടിങ് കോളത്തിലും കൊടുക്കേണ്ടത്. ആ ഡേറ്റ് രേഖപ്പെടുത്തേണ്ട ഫോർമാറ്റ് എല്ലായിടത്തും DDMMYY തന്നെയാണ്. അതായത് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അവിടെ ബാക്കി വരുന്നത് IFA ടാബ് മദർ, വൈറ്റമിൻ D, അതുപോലെ പോസ്റ്റ് പാർട്ടം കോൺട്രസെപ്ഷൻ മെത്തേഡ്സ് ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആ 56-ല് ഏതെല്ലാം തരത്തിലുള്ള ഡേഞ്ചർ സൈൻസ് ആണെന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കോഡുകൾ രേഖപ്പെടുത്തിയാൽ മതിയാവും. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് A എന്ന് പറഞ്ഞാൽ എക്സസീവ് ബ്ലീഡിംഗ് എന്നാണ്. അപ്പൊ നമുക്ക് ആ കോളത്തില് എക്സസീവ് ബ്ലീഡിംഗ് ആണെങ്കിൽ കറസ്പോണ്ടിങ് കോഡ് അവിടെ രേഖപ്പെടുത്തിയാൽ മതി. അതല്ല ഇപ്പൊ ഫൗൾ സ്മെല്ലിംഗ് വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ B, സിവിയർ അബ്ഡോമിനൽ പെയിൻ ആണെങ്കിൽ D. അത്തരത്തില് ആ കറസ്പോണ്ടിങ് കോഡുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കോഡുകൾ തന്നെ അവിടെ നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയും. അപ്പൊ അതാണ് ആ പറഞ്ഞ തരത്തില്. പിന്നെ അടുത്തത് മദർ ഡൈഡ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ കോസ്, ഡേറ്റ്, പ്ലേസ്, നോട്ടിഫിക്കേഷൻ, FDIR, റിമാർക്സ്, അത്രയും കോളം ഉണ്ട്. അപ്പൊ ആ കോസിൽ തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ കുറച്ച് കാരണങ്ങൾ അത് ആ പറയുന്ന എക്സ്പ്ലനേഷൻ പേജിൽ കൊടുത്തിട്ടുണ്ട്. എക്ടോപി പ്രഗ്നൻസി ആണോ, എക്ലാംസിയ, പ്രീ എക്ലാംസിയ, സെപ്സിസ്, ഒബ്സ്ട്രക്റ്റഡ് ലേബർ, അനീമിയ, മലേറിയ എന്നും പറഞ്ഞിട്ട് കുറെ ഡീറ്റെയിൽസ് അവിടെയും കറസ്പോണ്ടിങ് കോഡുകൾ രേഖപ്പെടുത്താം. പിന്നെ ആ കോഡ് A ആണോ, B ആണോ, C ആണോ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയാൽ മതിയാകും. പിന്നെ അതുപോലെ പ്ലേസ് ഓഫ് മെറ്റേണൽ ഡെത്ത്, ആ പ്ലേസ് രേഖപ്പെടുത്തുവാനായിട്ട് 59 എന്ന് പറയുന്നിടത്ത് കറസ്പോണ്ടിങ് കോഡുകൾ രേഖപ്പെടുത്താം. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണോ, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണോ, മെറ്റേണിറ്റി ഹോം ആണോ, അർബൻ ഫാമിലി വെൽഫെയർ സെന്റർ ആണോ, ഹോം ആണോ, ട്രാൻസിറ്റ് ആണോ, അങ്ങനെ വരുന്ന
കുറെ ഡീറ്റെയിൽസ്, കുറെ കോളംസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് ആ കറസ്പോണ്ടിങ് കോഡ് വെച്ചിട്ട് അവിടെ രേഖപ്പെടുത്താം. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് എൻട്രീസ് പഴയ രജിസ്റ്ററിനെക്കാളും കുറച്ചുകൂടി സൗകര്യപ്രദവും വളരെ യൂസർ ഫ്രണ്ട്ലിയും ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്തത് ഇൻഫന്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുവാനുള്ളതുണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് ബേബി, അതിൽ baby on 2 എന്ന് പറഞ്ഞ് നമുക്ക് കറസ്പോണ്ടിങ് ഡേറ്റ് വെച്ചിട്ട് രേഖപ്പെടുത്താം. അപ്പൊ അത് ഓരോ PNC വിസിറ്റിലും കുട്ടിയുടെ വെയിറ്റ് എടുക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. കാരണം ആ വെയിറ്റ് ഗെയിൻ കറസ്പോണ്ടിങ് വിസിറ്റുകളിൽ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത റെഫറൽ സർവീസിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റാസ് ഇത്രയും കൃത്യമായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓരോ വിസിറ്റിലും അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റാസ് എൻട്രി ചെയ്യേണ്ട പ്രാധാന്യം മനസ്സിലാവുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ രജിസ്റ്റർ വളരെ പരിചിതമായതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. സ്പീഡ് അല്പം കൂടുതലാണെങ്കിൽ അത് സൂചിപ്പിക്കണം. അപ്പോൾ അതുപോലെ ആ PNC വിസിറ്റിലുള്ള ബാക്കി ഓരോ ഡീറ്റെയിൽസും ഇത് അവിടെ നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുന്നു. ഇതിന് ഓരോന്നിനും പ്രത്യേക വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ കുഞ്ഞ് മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അത് ഇവിടെ അതിന്റെ കാരണം, ഡേറ്റ്, പ്ലേസ്, നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുവാനുള്ള കോളവുമുണ്ട്. അപ്പൊ ഇത്രയും കോളങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ 2 പേജിലൂടെ നമുക്ക് ECയുടെയും പ്രഗ്നന്റ് വിമന്റെയും ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ട്രാക്കിംഗ് എൻട്രി ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. DMO സ്റ്റാറ്റ് വയനാടിൽ നിന്നാണ്. മോർ ദാൻ 2 ചിൽഡ്രൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അല്ല, അത് ഞാനിപ്പോ അത് സൂചിപ്പിച്ചായിരുന്നു. മോർ ദാൻ 2 ചിൽഡ്രൻ ആണെങ്കിൽ ഇതേ ചോദ്യം ഡൽഹിയിൽ നിന്നുള്ള ട്രെയിനിങ്ങിലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിരുന്നതാണ്. അപ്പൊ അന്ന് അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത മാഡം പറഞ്ഞതാണ്. ഇപ്പോൾ baby on 2 2 കുട്ടികൾക്കാണ് നമ്മുടെ ഇതിൽ ഇൻഫന്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻഫന്റ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ റെയറായിട്ട് വരാവുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ട്രിപ്ലറ്റ് ആണെങ്കിൽ പോലും ഇവിടെ എൻട്രി ചെയ്യാം എന്നാണ് അന്ന് ആ മാഡം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിൽ കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു പേജും കൂടി എടുത്ത് എൻട്രി ചെയ്യാം എന്നാണ് അന്ന് മാഡം സൂചിപ്പിച്ചത്. കാരണം ഇത് വളരെ വളരെ കോമൺ അല്ല. അത് ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ് മൊത്തം എടുത്താൽ തന്നെ ഒരു വർഷത്തിൽ 3-4 സ്ഥലങ്ങളിൽ മാത്രം വരാൻ സാധ്യതയുള്ള ഒന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയുമാണ് അതിനെ കുറിച്ച് അന്ന് ഡൽഹിയിൽ നിന്ന് തന്ന വിശദീകരണം. ഇത് ശരിക്കും ആ രജിസ്റ്ററിന്റെ കറക്റ്റ് ഫോർമാറ്റിലാണ് ആ സോഫ്റ്റ് കോപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ രജിസ്റ്ററിലതുപോലെ 200 ECA ആണ് ഇവിടെയും നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ 80 മദർ ആയിരുന്നു എങ്കിൽ ഇവിടെ 200 മദറിനെ എൻട്രി ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. മറ്റതിൽ ചിലപ്പോൾ ചില ജില്ലകളിലെങ്കിലും പിന്നെ 200 അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കണക്ക് അങ്ങനെ ആയിരുന്നു. 200 ECയിൽ 80 പ്രഗ്നന്റ് വിമനെ ഉണ്ടാവത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പഴയ രജിസ്റ്റർ ഡിസൈൻ ചെയ്തിരുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ അത് ചിലപ്പോൾ അടുത്ത ഒരു രജിസ്റ്റർ കൂടി എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ആ 200 ECയിൽ 80-ൽ കൂടുതൽ മദർ വരുമ്പോൾ. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പരിഹരിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ ഇവിടെ 200 ECയെ നമുക്ക് ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്താം. കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ 200 പ്രഗ്നന്റ് വിമനെയും നമുക്ക് രേഖപ്പെടുത്തുവാൻ. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ 200 ECA ആണ് നമുക്ക് അവിടെ രേഖപ്പെടുത്താവുന്നത് പറഞ്ഞത്. കറസ്പോണ്ടിങ് 200 പ്രഗ്നന്റ് വിമനെയും. അപ്പോൾ പേജ് നമ്പർ 201-ലാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓർ ഫുട് നോട്ട്സ് പിന്നെ EC പ്രഗ്നന്റ് വിമൻ. ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ കറസ്പോണ്ടിങ് കോഡ്സ് എന്ന് പറയുന്നത്. ഓരോ എൻട്രിക്ക് നേരെയും കൊടുത്തിരിക്കുന്ന കറസ്പോണ്ടിങ് കോഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 16 എന്ന് പറയുന്ന കോഡ്, ടൈപ്പ് ഓഫ് IUCD ഇൻസർട്ടഡ്, അതിൽ ഏത് ടൈപ്പാണ് എന്നുള്ളതിന്റെ വിശദീകരണമാണ്. റെക്കമെൻഡഡ് ഫോളോ അപ്പ്, അത് 17 എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് കോഡാണ്. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ എൻട്രീസും ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എൻട്രി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റർ എൻട്രി ആർക്കും വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല. അത് രജിസ്റ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മനസ്സിലാകും. പഴയ രജിസ്റ്ററിനെക്കാളും വളരെ ഈസിയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ ഓരോ ഇത് നമുക്ക് രേഖപ്പെടുത്താം. അടുത്തത് നമ്മുടെ സെക്ഷൻ
ബി എന്ന് പറയുന്നത് ചൈൽഡ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് ഓഫ് സർവീസസ് ആണ്. അപ്പൊ ഇവിടെയും നേരത്തെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഫിനാൻഷ്യൽ ഇയറിലേക്ക് സമ്മറി രേഖപ്പെടുത്താനുള്ള പേജ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോ മാസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കുട്ടികളുടേത്, അതുപോലെ ലോ ബർത്ത് വെയിറ്റ്, റിമാർക്സ്, ഇത്രയും കാര്യങ്ങളാണ് ആ സമ്മറി ഷീറ്റിൽ വരുന്നത്. അത് 2 സാമ്പത്തിക വർഷവും ഏപ്രിൽ ടു മാർച്ച് നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് സെയിം നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡെക്സ് പേജിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ചൈൽഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് RCH-ID ഓഫ് ചൈൽഡ് തന്നെയാണ്. RCH-ID ഓഫ് ചൈൽഡ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ അത് നമുക്ക് RCH പോർട്ടൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ID ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ID നമുക്കിവിടെ എഴുതാം. അതുപോലെ കറസ്പോണ്ടിങ് മദറിന്റെ ID-യും നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് കുട്ടിയുടെ രജിസ്റ്റർ തൊട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മദറിന്റെ ID ചിലപ്പോൾ ലഭ്യമല്ലാതിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ സാധാരണഗതിയിൽ സാധ്യതയില്ല. കാരണം ഇപ്പോൾ RCH രജിസ്റ്റർ നിലവിൽ വന്നിട്ട് ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ അമ്മമാർക്കും അതിൻ്റെതായ ഈ പറഞ്ഞ ഓൺ ടൈം ID ആണ് അത് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് രേഖപ്പെടുത്താം. അപ്പൊ ഇവിടെ ഈ പേജ് നമ്പർ ഓഫ് രജിസ്റ്റർ വേർ മദർ റെക്കോർഡ് ഈസ് ക്യാപ്ചേർഡ്. അപ്പോൾ ഇത് നമുക്ക് അമ്മയുടെ റെക്കോർഡ്സുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ പേജ് നമ്പർ സൂചിപ്പിക്കാനുള്ളതാണ്. അഡ്രസ്സ്, അതുപോലെ കോണ്ടാക്ട് നമ്പർ, സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്റ്റീവ് വരുന്നുണ്ട്, മൈഗ്രേറ്ററി ഇൻആക്റ്റീവ്, അത്തരത്തിലുള്ള സ്റ്റാറ്റസ് തന്നെയാണ്. അപ്പോൾ അത് നമുക്കിവിടെ രേഖപ്പെടുത്തുവാൻ കഴിയും. അതുപോലെ പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യപ്പെടുന്ന പേജ് നമ്പറാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇൻഡെക്സ് പേജിൽ രേഖപ്പെടുത്തുവാൻ കഴിയുന്നു. അവിടെ നിന്ന് കറസ്പോണ്ടിങ് പേജ്, ഇതാണ് ചൈൽഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ആ ചൈൽഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ്, അതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആക്റ്റീവ്, മൈഗ്രേറ്റഡ് ഇൻ ഔട്ട്, ഗസ്റ്റ്, ഇൻആക്റ്റീവ്, ക്ലോസ്ഡ്, അതോടൊപ്പം ഡേറ്റും. പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ രേഖപ്പെടുത്തുന്ന ഡീറ്റെയിൽസും അതേ തരത്തിൽ തന്നെയാണ്. അതിൽ വേറെ സംശയങ്ങൾ ഒന്നും വരുന്നില്ല. പിന്നെ ആധാർ നമ്പർ ഓഫ് ചൈൽഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ വഴിയില്ല. അത് അതിന്റെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട്, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഭാഗമായിട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ, അതുവരെ നമുക്ക് രേഖപ്പെടുത്തുവാൻ ഇവിടെ പ്രത്യേകം സൗകര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലേസ് ഓഫ് ബർത്ത്, അത് നേരത്തെ നമ്മൾ ബെനിഫിഷ്യറിയുടെ ഇതിൽ പറഞ്ഞതുപോലെ നമുക്ക് ഡെലിവറി, പ്ലേസ് ഓഫ് ഡെലിവറി അത് തന്നെ ആയിരിക്കും ഇവിടെ പ്ലേസ് ഓഫ് ബർത്ത് ആയിട്ട് വരുന്നത്. നെയിം ഓഫ് ഫെസിലിറ്റി, അത് ഏത് ഫെസിലിറ്റിയിലാണ് എന്നുള്ളതും അവിടെ വരുന്നുണ്ട്. പിന്നെ ട്രാക്കിംഗ് ഓഫ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ സർവീസ്, ഇത് നമുക്ക് പഴയ രജിസ്റ്ററിലാണെങ്കിൽ പറഞ്ഞല്ലോ 3-ാമത്തെ ഇൻഡെക്സിൽ പോയി ചൈൽഡ് ഇൻഡെക്സ് എടുത്ത് ആ ചൈൽഡിന്റെ ഇമ്മ്യൂണൈസേഷൻ ഡീറ്റെയിൽസ് പേജുകളിലേക്ക് പോകുമ്പോഴുള്ളതായിരുന്നു. അത് ഇവിടെ ഈ സെയിം പേജിൽ തന്നെ BCG തൊട്ട് തുടങ്ങി DPT സെക്കൻഡ് ബൂസ്റ്റർ വരെ, അല്ലെങ്കിൽ വൈറ്റമിൻ 9th ഡോസ് വരെ എൻട്രി ചെയ്യുവാനുള്ള കോളംസ് ഉണ്ട്. അത് എവിടെ വെച്ചാണ് കൊടുത്തത്, പ്ലേസ് ഉൾപ്പെടെ നമുക്ക് രേഖപ്പെടുത്തുവാൻ സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡേറ്റ്, അതേപോലെ പ്ലേസ്. അപ്പോൾ ആ പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഇതിനും പ്രത്യേകം കോഡ് പേജ് നേരത്തെ പറഞ്ഞതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേജിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തൊട്ട് ഏത് ഫെസിലിറ്റിയിലാണ് എന്നുള്ളത് രേഖപ്പെടുത്തുവാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇമ്മ്യൂണൈസേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കുവാൻ കഴിയും. പിന്നെ AEFI ഉണ്ടെങ്കിൽ ആ AEFIയുടെ ഡീറ്റെയിൽസ്, അപ്പോൾ AEFI ഡീറ്റെയിൽസ് അതിൽ 7-on 7-2 എന്ന് പറഞ്ഞിട്ട് 2 ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ 7-on എന്ന് പറയുമ്പോൾ സീരിയസ് ആയിട്ടുള്ളത്, അതായത് അതിലും 4 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. സീരിയസ്, സിവിയർ, മൈനർ, പിന്നെ നില്ല, അതായത് AEFI ഇല്ല എന്നുള്ളത്. അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് വാക്സിൻ എന്ന് പറയുമ്പോൾ
അതിന്റെ ബാച്ച് നമ്പർ സഹിതം നമുക്കിവിടെ എഴുതാൻ കഴിയും. നെയിം, ബാച്ച് നമ്പർ, ഡേറ്റ് ഓഫ് എക്സ്പയറി, നെയിം ഓഫ് മാനുഫാക്ചർ ഓഫ് വാക്സിൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ 7.2 എന്ന് പറയുന്ന വാക്സിന്റെ ഡീറ്റെയിൽസിൽ എഴുതാനുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രജിസ്റ്ററിൽ എന്തുമാത്രം മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ രേഖപ്പെടുത്തുവാൻ കഴിയുന്നു എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പഴയ RCH രജിസ്റ്ററിനേക്കാളും വളരെ സമഗ്രമായ ഡേറ്റാസ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു രജിസ്റ്റർ. ഇതിൽ നിന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കുഞ്ഞിന് ബെനിഫിഷ്യറിക്ക് കിട്ടിയ എല്ലാ വാക്സിനേഷൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എടുക്കുവാൻ കഴിയും. അപ്പൊ ഇത് AIFA സംബന്ധിച്ചാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുവാൻ കഴിയുന്നത്. പിന്നെ ചൈൽഡ് കേസ് ക്ലോഷർ. അപ്പൊ ആ ക്ലോഷർ വരുന്നതിനുള്ള കാരണം, അപ്പൊ അതില് നമുക്ക് പിന്നെ പ്രധാനമായിട്ടും ഏരിയ ലെഫ്റ്റ് ഔട്ട് ആവുന്നെങ്കിൽ, മൈഗ്രേറ്റ് ഔട്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ ഡെത്ത്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ചൈൽഡ് കേസ് ക്ലോഷർ വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ രേഖപ്പെടുത്തുവാൻ കഴിയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്തോ, FDIR കംപ്ലീറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളും, പിന്നെ ട്രാക്കിംഗ് ഓഫ് ചൈൽഡ് സർവീസ് എന്നുള്ളതിൽ ബ്രസ്റ്റ് ഫീഡിങ് ഗിവൺ അപ് ടു 6 months അങ്ങനെയുള്ള കോംപ്ലിമെന്ററി ഫീഡിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. പിന്നെ സെക്ഷൻ 3യുടെ കണ്ടിന്യൂഷൻ ആണ് ഈ താഴെ വരുന്നത്, ട്രാക്കിംഗ് ഓഫ് ചൈൽഡ് സർവീസിൽ. അപ്പൊ അതിൽ ഡേറ്റ് ഓഫ് വിസിറ്റ്, വെയിറ്റ് ഓഫ് ചൈൽഡ്, അത്തരത്തിലുള്ള ഫോളോ അപ്പുകൾ, ആ ഫോളോ അപ്പ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എഴുതാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും സാധാരണഗതിയിൽ പഴയ രജിസ്റ്ററിൽ ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പിന്നെ MR2 അല്ലെങ്കിൽ OPV ബൂസ്റ്റർ DPT സെക്കൻഡ് ബൂസ്റ്ററിന് വന്നത് അതുമായി ബന്ധപ്പെട്ട ഇത്തരം ഫോളോ അപ്പ് ഡീറ്റെയിൽസ്. അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതാൻ കഴിയുന്നുണ്ട്. ഇനി ഇതോടൊപ്പം ഹോം വിസിറ്റ് ഫോർ ചിൽഡ്രൻ അണ്ടർ HBOEC-യില് ഓരോ ടൈമിലും ഉള്ള, അതായത് ഓരോ ഏജ് വയസ്സായിട്ടുള്ള കുഞ്ഞിന്റെ ഡെവലപ്മെന്റുകൾ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയും. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റനെയർ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റനെയർ മനസ്സിലാക്കി നമ്മൾ ഫീൽഡ് വിസിറ്റിന്റെ സമയത്ത് ഇത്രയും ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയൂ. അപ്പൊ അതിൽ ഈ ഒരു വിസിറ്റിന് വേണ്ട ഇത്രയും ഡീറ്റെയിൽസ്, ഏജ് അപ്രോപ്രിയേറ്റ് ഇമ്മ്യൂണൈസേഷൻ റിസീവ്ഡ് തൊട്ട് മദർ കൗൺസിൽഡ് ഫോർ ഫാമിലി പ്ലാനിങ് ഇതുവരെയുള്ള ഡീറ്റെയിൽസ് നമ്മളൊന്ന് മനസ്സിലാക്കി വച്ചിരുന്നാൽ, അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റനെയർ പോലെ തയ്യാറാക്കി വച്ചിരുന്നാൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ ഓരോ ഫോളോ അപ്പ് വിസിറ്റിലും എന്തെല്ലാം ഡേറ്റ ആവശ്യമായി വരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റനെയർ പോലെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കറസ്പോണ്ടിങ് ആ വിസിറ്റിൽ ഇവിടെ രേഖപ്പെടുത്താം. ഇപ്പോൾ 3 മാസത്തില്, 6 മാസം പ്രായത്തില്, 9 മാസം, അങ്ങനെ 1.5 വയസ്സ് വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തുവാനുള്ള കോളമുണ്ട്. അപ്പോൾ അതും കുഞ്ഞിന്റെ ഫോളോ അപ്പിലും മൈൽ സ്റ്റോൺസ് തീരുമാനിക്കുന്നതിലും വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഡേറ്റാസ്, ഇത് പഴയ രജിസ്റ്ററിൽ ഇല്ലാതിരുന്ന ഒരു വിഭാഗമാണ്, അതിപ്പോൾ പുതുതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ വളർച്ചയും അതിനെ നിരീക്ഷിക്കുന്നതിനും വേണ്ട ഡേറ്റാസ് കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയും. അപ്പൊ ഇത്രയും ഡേറ്റാസ് ആണ് ചൈൽഡ് ഫോളോ അപ്പിൽ അല്ലെങ്കിൽ ചൈൽഡ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു പേജിൽ തന്നെ ആ കുഞ്ഞിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരം സമഗ്രമായ വിവരമാണ് കുഞ്ഞിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുവാനുള്ളത്. ഇതാണ് ആ സെക്ഷനെ സംബന്ധിച്ച് പറയുവാനുള്ളത്. ശരിക്കും ഈ 2 പ്രധാന സെക്ഷൻ എയും ബിയുമാണ് ഈ RCH രജിസ്റ്ററിന്റെ കാതൽ എന്ന് പറയുന്നത്. അവിടെ ഡേറ്റ രേഖപ്പെടുത്തുന്നതോടുകൂടി നമ്മുടെ RCH രജിസ്റ്റർ 90% പൂർത്തിയായി എന്ന് പറയാം. പക്ഷെ ഈ രജിസ്റ്റർ പൂർത്തിയാക്കുന്നതിലും അത് കൈകാര്യം ചെയ്യുന്നതിലും നമുക്ക് വേണ്ടത് ഡേറ്റയുടെ സമഗ്രതയാണ്. ഈ ഡേറ്റ തന്നെയാണ് ശരിക്കും RCH രജിസ്റ്ററിലേക്കും അതുപോലെ തന്നെ നമ്മുടെ HMIS-ലേക്കും നമുക്ക് കാലാകാലങ്ങളിൽ എൻട്രി ചെയ്യേണ്ടി വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കപ്പെടുന്നതും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന, പല സമയങ്ങളിലും ആവശ്യപ്പെടുന്ന ഡേറ്റ ഈ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡേറ്റകളും ഉൾപ്പെടെ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതിന്റെയും അത് രജിസ്റ്ററിൽ നമ്മുടെ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രജിസ്റ്റർ കൂടുതൽ സമഗ്രമായ ഡേറ്റ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് കുഞ്ഞിന്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫുട് നോട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്ട് ഈ 1, 2 തുടങ്ങി ആ ഓരോ രജിസ്ട്രേഷനും വേണ്ട സബ് ഡേറ്റാസ്, അതായത് നമ്മൾ എങ്ങനെ ആ ഡേറ്റ എടുക്കണം എന്നുള്ളതും അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ അബ്രിവേഷൻസിന്റെയും എക്സ്പ്ലനേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ രജിസ്റ്റർ ജസ്റ്റ് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു പരിചയം, ഇത് രജിസ്റ്റർ കയ്യിലില്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. രജിസ്റ്റർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അല്പം അതിൽ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ രജിസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രജിസ്റ്ററിന്റെ ഡിസൈൻ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ രജിസ്ട്രേഷന്റെ സെക്ഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വരുന്നത് സെക്ഷൻ 3 എന്ന് പറയുന്നത് സെക്ഷൻ സി. അത് ആശ ഇൻസെന്റീവ് ആണ്. ഇത് നമുക്ക് അറിയാം, നമ്മുടെ NHM പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ RCH ആയാലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും ആശമാരുടെ പ്രാധാന്യം നമുക്കറിയാം. അപ്പൊ അവർക്ക് ബെനിഫിഷ്യറി സർവീസിനനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഇൻസെന്റീവ്, ആ ഇൻസെന്റീവ് എല്ലാം പ്രത്യേകം പോർട്ടലിൽ എൻട്രി ചെയ്താണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ ഒരു ഫോർമാറ്റ്. അപ്പൊ ഇവിടെ പിന്നെ ഓരോ കാര്യങ്ങൾക്കും, അതായത് അത് ECക്ക് വേണ്ടി ചെയ്യുന്ന സർവീസ്, പ്രഗ്നന്റ് വിമന് വേണ്ടി ചെയ്യുന്ന സർവീസ്, ചൈൽഡിന് വേണ്ടി ചെയ്യുന്ന സർവീസ്, പിന്നെ അഡീഷണൽ ആയിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് അതേഴ്സ്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ECക്ക് വേണ്ടി കൊടുക്കുന്ന സർവീസുകൾ നമുക്കറിയാം, അവർക്ക് പിന്നെ ഇഞ്ചക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്, ഇപ്പോൾ അന്തര എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും പ്രാവർത്തികമായിട്ടില്ല എന്ന് തോന്നുന്നു. അത് നടപ്പിലാക്കി വരുന്ന സ്ഥലങ്ങളിൽ 4 ഡോസുകൾ കൊടുക്കുന്നതിന് അവർക്ക് ഈ ഇൻസെന്റീവ് ഉണ്ട്. അപ്പൊ അതിൽ ദാണ്ട് ഈ ഓരോ മാസമായിട്ട് ഇപ്പോൾ അവര് എത്ര ഡോസ്, ഫസ്റ്റ് ഡോസ് ഇപ്പൊ 5 പേരെ ക്ലെയിം ചെയ്തു, അതിന്റെ എത്ര പേരുടേത് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് അത് രേഖപ്പെടുത്തുവാനുള്ള കോളമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആശ ഇൻസെന്റീവ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിൽ ഇപ്പൊ IUCD ആയാലും പിന്നെ സ്റ്റെറിലൈസേഷന് മോട്ടിവേറ്റ് ചെയ്യുന്ന ആയാലും അതേപോലെ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പ്രൊമോഷൻ ഉറപ്പാക്കുന്നതിലായാലും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ എലിജിബിൾ കപ്പിൾ കോൺട്രാസെപ്റ്റീവ് സർവീസുകൾക്കും ഫോളോ അപ്പിനും അവരുടെ സർവീസുകൾ ഈ പറയുന്ന സെക്ഷനിൽ രേഖപ്പെടുത്തുവാൻ കഴിയും. ഇനി അതുപോലെ പ്രഗ്നന്റ് വിമൻ അല്ലെങ്കിൽ പിന്നെ PNC ANC കെയറിന് കൊടുക്കുന്ന സൗകര്യങ്ങൾ, അപ്പൊ അതിൽ ANCക്ക് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്, PNC വിസിറ്റിനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മാസവും അവരെത്ര സർവീസുകൾ ചെയ്തു എന്നിവിടെ രേഖപ്പെടുത്തി പോകാൻ കഴിയുന്നു. അപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ നമ്മൾ രജിസ്റ്റർ പ്രത്യേകം സൂക്ഷിക്കുന്നില്ല. ചില നമ്മൾ ഇവാലുവേഷൻ ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ചില JPHന്മാർ ഇത്തരത്തിൽ പ്രത്യേകം നോട്ട്ബുക്കിൽ തന്നെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി. അതൊരു നല്ല മോഡലായിരുന്നു. അതിപ്പോൾ ശരിക്കും ഈ രജിസ്റ്ററിൽ തന്നെ നമുക്കൊരു സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് രേഖപ്പെടുത്തുന്നത് തന്നെ അവരുടെ മന്ത്ലി ബെനിഫിറ്റ് കിട്ടുന്നതിൽ കൃത്യമായ ഒരു ആധികാരിക രേഖ തന്നെ ഇവിടെ ഉണ്ടാവും. ചില സ്ഥലങ്ങളിലെല്ലാം അവർക്ക് എന്തുകൊണ്ട് ഒരാൾക്ക് പൈസ കുറഞ്ഞു ഒരാൾക്ക് കൂടി എന്ന് പറഞ്ഞുള്ള തർക്കങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ ഇതൊക്കെ ശരിക്കും ആധികാരികമായിട്ട് പരിഹരിക്കുവാൻ ഈ ഡേറ്റ എൻട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ ചിൽഡ്രൻ, കുട്ടികൾക്ക് കൊടുക്കുന്ന സർവീസിൽ ഇൻസെന്റീവ് ഫോർ ഫുൾ ഇമ്മ്യൂണൈസേഷൻ, അതേപോലെ കംപ്ലീറ്റ് ഇമ്മ്യൂണൈസേഷൻ, അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആശ ഇൻസെന്റീവ് ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് കറസ്പോണ്ടിങ് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓരോ ഫിനാൻഷ്യൽ ഇയറിനും പ്രത്യേകം ഷീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് സെക്ഷൻ സി എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ സെക്ഷൻ ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന സെക്ഷൻ ഡി. അവിടെ ശരിക്കും നമ്മുടെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ആയിട്ടും ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ റെക്കോർഡ്സ് ഓഫ് ലോജിക്സ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് RCHുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ നമുക്ക് ഇവിടെ രേഖപ്പെടുത്തുവാൻ കഴിയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോക്കിൽ ഉൾപ്പെടുത്തി നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നത്. അത് IUCD 2 ടൈപ്പ്, പിന്നെ സെൻട്രോമൻ അല്ലെങ്കിൽ ചായ ഇവിടെ സപ്ലൈ ഉണ്ടെങ്കിൽ അത് ചായ 2 രീതിയിൽ, അതായത് പിന്നെ നമ്മുടെ JPHN സപ്ലൈ ചെയ്യുന്നതും അതുപോലെ ആശ സപ്ലൈ, അതേപോലെ പിന്നെ കമ്പൈൻഡ് ഓറൽ പിൽസും. അപ്പോൾ അതും മാലായന് നമുക്ക് JPHN നേരിട്ട് വിതരണം ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ
JPHO JHIO നേരിട്ട് വിതരണം ചെയ്യുന്നതുണ്ട്, അതേപോലെ ആശ വഴി വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ കോണ്ടംസ്, EC പിൽസ്, അതേപോലെ ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഇൻജെക്റ്റബിൾ അല്ലെങ്കിൽ അന്തര പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോ മാസത്തെയും സ്റ്റോക്ക്, അതാണ് കൃത്യമായിട്ട് ഓപ്പണിംഗ് ഡേ ബാലൻസ്, റിസീവ്ഡ്, എക്സ്പയറി, സ്റ്റോക്ക് യൂട്ടിലൈസ്ഡ്, ബാലൻസ് അവൈലബിൾ. അപ്പൊ അത്തരത്തില് ശരിക്കും FP ഡിവൈസുകളുടെ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ആ സ്റ്റോക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ സെഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത് മന്ത്ലി റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഓരോ വാക്സിനേഷനും നമ്മൾ എത്ര ഉപയോഗിച്ചു, അതുപോലെ അതിൻ്റെ ബാച്ച് നമ്പർ, എക്സ്പയറി, അങ്ങനെയുള്ള ഓരോ വാക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാൻ കഴിയും. BCG, OPV തൊട്ട് എല്ലാത്തരം വാക്സിനുകൾ, ഡൈലുവൻ്റ്, സിറിഞ്ചസ്, ഇത്രയും കാര്യങ്ങൾ, അതായത് അതിൻ്റെയും സ്റ്റോക്ക് നമുക്ക് ഈ പേജിൽ രേഖപ്പെടുത്തുവാൻ കഴിയും. ഇതിനൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നോക്കിയാൽ അത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്തൊരു ഫോർമാറ്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ, അത് ഈച്ച് ഇമ്മ്യൂണൈസേഷൻ സെഷൻ്റെയും പിന്നെ ഒരു സമ്മറി രേഖപ്പെടുത്തുന്നതാണ്. അത് ഓരോ ഇമ്മ്യൂണൈസേഷൻ സെഷൻ്റെയും ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ പേര്, ഡേറ്റ്, ആ ഡേറ്റിൽ നമ്മൾ കൊടുത്ത ഓരോ വാക്സിൻ്റെയും എണ്ണം, എത്ര ഡോസ് വെച്ചിട്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ ഇതിപ്പോൾ ഓരോ വാർഡിനാണല്ലോ നമ്മൾ ഒരു രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാർഡിൻ്റെ കറസ്പോണ്ടിങ് ഇമ്മ്യൂണൈസേഷൻ സെഷൻ, ഔട്ട്റീച്ച് എവിടെയാണോ വയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡേറ്റ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്ററിന്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ സെക്ഷൻ E എന്ന് പറയുന്നത് ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള അനുബന്ധങ്ങളാണ്. അപ്പൊ അനക്ഷേഴ്സിൽ പറഞ്ഞല്ലോ, ഇത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റെഡ് ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്, അതായത് ചൈൽഡ് രജിസ്ട്രേഷനിൽ ആ ചൈൽഡിന്റെ ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ വളർച്ചാ ഘട്ടത്തിലും നടത്തുന്ന വിസിറ്റുകളുടെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട കുറെ ഡേറ്റയുണ്ട്. അപ്പൊ അതിന്റെ കോഡുകളാണ് കറസ്പോണ്ടിങ് പേജിൽ എൻട്രി ചെയ്യാനുള്ളത്. അപ്പൊ അത് അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നോ സ്മൈൽ, നോ സോഷ്യൽ സ്മൈൽ, അത് 3 മാസം ആകുമ്പോൾ കുഞ്ഞ് തിരിച്ചറിയണം, ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ കോഡാണ് 3-1. ഇത് ബന്ധപ്പെട്ട പേജിൽ, നമ്മൾ ചൈൽഡ് രജിസ്ട്രേഷന്റെ പേജിൽ ഇത് രേഖപ്പെടുത്താം. അപ്പൊ അത്തരത്തില് ഈ ഡെവലപ്മെന്റൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഇത്രയും കോഡുകൾ നമുക്ക് 15 മാസം വരെയുണ്ട്. അപ്പോൾ അതിനാണ് ഈ ബന്ധപ്പെട്ട കോഡുകൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത മറ്റൊരു അനക്ഷരം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളാണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. ആ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഓരോ വാക്സിനേഷനും പേര്, അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഡോസേജ്, റൂട്ട്, സൈറ്റ്, ഇത് ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പുതുതായി സർവീസിലേക്കൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും. അപ്പോൾ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സമഗ്രമായ രജിസ്റ്ററാണ്. ഇത് നമുക്ക് ഒരേ സമയം രജിസ്റ്റർ ആയിട്ടും അത്യാവശ്യ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രജിസ്റ്റർ തന്നെ ശരിക്കും ഒരു പരിധി വരെ അതിൻ്റെ സംശയങ്ങളെല്ലാം നിർവഹിക്കുന്ന തരത്തിലുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ, ഈ രജിസ്റ്റർ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രൊഫൈൽ എൻട്രി നടത്തുമ്പോൾ ചില സംശയങ്ങൾ നിങ്ങൾക്ക് വരാം. ആ സംശയങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അനക്ഷർ 3 കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോന്ന്, ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡിസ്ട്രിക്റ്റ് എങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് താലൂക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഹെൽത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലാണ്, ഹെൽത്ത് ഫെസിലിറ്റി ഈ പറഞ്ഞ ഇത്രയും തരത്തിലാണ് ഹെൽത്ത് ഫെസിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പ്രൊഫൈൽ എൻട്രി നടത്തുന്ന പേജിൽ നമ്മൾ അവിടെ സൂചിപ്പിച്ചു. പിന്നെ ഹെൽത്ത് സബ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് സബ് സെന്റർ എന്നുള്ള രീതിയിൽ അത് വില്ലേജ്, ഏത് വാർഡാണ്, നമ്മളിവിടെ സാധാരണഗതിയിൽ രജിസ്റ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ വാർഡാണ് രേഖപ്പെടുത്തുക. അപ്പൊ അത്തരത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു EDD കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് പഴയ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു, റെഡി റെക്കണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡി റെക്കണർ ഉപയോഗിച്ച്
LMB EDD കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ഒരു ഫോർമാറ്റ് ആണിത്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഒന്നും ആവശ്യം വരുന്നില്ല, വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇതും ഉപയോഗിക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആധാറിന്റെ ഒരു കൺസെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആധാർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ആധാർ നമ്പർ നമ്മുടെ പിന്നെ ഹെൽത്ത് സർവീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ബെനിഫിഷ്യറിക്ക് DBT കിട്ടുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുവാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു കൺസെന്റ് ആണ് അത്. പിന്നെ അമ്മയുടെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടും കുഞ്ഞിന്റെ ബെനിഫിഷ്യറി സർവീസിന് വേണ്ടിയിട്ടും അങ്ങനെ 2 തരത്തിലുള്ള ഫോർമാറ്റ് ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ രജിസ്റ്ററിൽ സമഗ്രമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ രജിസ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡേറ്റാസിന്റെ അളവ് അല്പം കൂടിയിട്ടുണ്ട്. ആ കൂടിയ ഡേറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സർവീസിനെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേസമയം പഴയ രജിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുള്ളവർക്കറിയാം, ആ രജിസ്റ്റർ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രജിസ്റ്റർ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതാണ് രജിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഞാൻ സൂചിപ്പിച്ചല്ലോ, രജിസ്റ്റർ വളരെ സ്പീഡിലാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഈ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നവരാണ് ഇതിലിപ്പോൾ പങ്കെടുത്തിരിക്കുന്നവർ കൂടുതൽ പേരും. അവർക്ക് ഈ രജിസ്റ്ററുകൾ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ളതാണ്. ഇതൊരു പുതിയ രജിസ്റ്റർ ആയതുകൊണ്ട് മാത്രം ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വന്നു എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. ഈ രജിസ്റ്റർ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിൽ അല്പം പ്രയാസം തോന്നുന്ന ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും കുറേയധികം സംശയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ സംശയങ്ങളൊന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇനി അടുത്തുള്ള സാറ് നേരത്തെ സൂചിപ്പിച്ചു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ പ്രതീക്ഷിക്കാം. ചാറ്റ് ബോക്സിൽ വന്ന കുറെ ഡൗട്ട്സ് നമ്മുടെ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ സംശയങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഇതില് എനിക്കിപ്പോ ഈ സംശയങ്ങളിലൂടെ ഒറ്റയടിക്കൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ആ ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ ഒരു പോരായ്മയാണ്. കാരണം ഇത് ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ്. പക്ഷെ ഇത് പലരും, എനിക്ക് തോന്നുന്നു, നമുക്ക് സോഫ്റ്റ് കോപ്പി സാർ ഇവിടെ നിന്ന് എല്ലാ ജില്ലകൾക്കും അയച്ചു കൊടുത്തിരുന്നു. ആ സോഫ്റ്റ് കോപ്പി നോക്കിക്കാണാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് ഒന്ന് പരിചയമില്ലാത്തത് കൊണ്ടാവാം. നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ കാണിക്കുമ്പോഴും അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ട്. അപ്പൊ ഇതിൽ വന്ന സംശയങ്ങളിൽ പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ഒരു സംശയങ്ങളാണ്. ഉദാഹരണമായിട്ട് വാട്ട് അബൌട്ട് മൈഗ്രേറ്റഡ് ഔട്ട് കേസസ് എന്നൊരു സംശയം. അപ്പൊ ഇതിൽ മൈഗ്രേറ്റഡ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, സ്റ്റാറ്റസിൽ ആക്റ്റീവ്, മൈഗ്രേറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞ് കുറച്ച് കാറ്റഗറികൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ആ സ്റ്റാറ്റസിൽ മൈഗ്രേറ്റഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റഡ് ഔട്ട് അവിടെ രേഖപ്പെടുത്തിയാൽ മതി. ഈ മൈഗ്രേറ്റഡ് ഔട്ട് മറ്റേതെങ്കിലും ഒരു ജില്ലയിൽ ഒരു RCH രജിസ്റ്ററിൽ മൈഗ്രേറ്റഡ് ഇൻ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരുന്നത് സ്റ്റാറ്റസിൽ ഒന്നുകിൽ മൈഗ്രേറ്റഡ് ഇൻ അല്ലെങ്കിൽ മൈഗ്രേറ്റഡ് ഔട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നില്ല. പിന്നെ ന്യൂ EC രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൽ നമുക്ക് അറിയാവുന്നതാണ്. ECയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പുതിയ ഒരു EC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലേക്ക് താമസം മാറി വരികയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിൽ തന്നെയുള്ള, അറിയാലോ നമ്മുടെ ഇപ്പൊ ECയുടെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നതാണ് 18, സ്ത്രീയുടെ പ്രായം 18-നും 49-നും. ECയുടെ ഏജ് ഗ്രൂപ്പ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഒരു സംശയമായിട്ട്. അപ്പൊ പുതിയ ഡെഫിനിഷൻ പ്രകാരം സ്ത്രീയുടെ പ്രായം 18-നും 49-നും ഇടയിലുള്ള ദമ്പതിമാരെയാണ് നമ്മൾ EC എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതില് ഈ പുതിയതായിട്ട് വിവാഹം കഴിച്ച് നമ്മുടെ ഏരിയയിൽ ഒരാൾ വരികയാണെങ്കിൽ അത് EC ആണ്. അപ്പൊ എങ്ങനെയാണ് EC രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ ഏരിയയിൽ താമസിക്കുന്ന ഒരു ദമ്പതി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ JPHN അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ ഈ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ആ ശേഖരിക്കുന്ന വിവരങ്ങൾ RCH പോർട്ടലിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആ ബെനിഫിഷ്യറിയുടെ, അതായത് ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ത്രീയുടെ മൊബൈൽ നമ്പറിലേക്ക് ആ രജിസ്റ്റേർഡ് ID, RCH ID എത്തുന്നു. ആ ID JPHN കളക്ട് ചെയ്താണ് നമുക്ക് രജിസ്റ്ററിൽ എഴുതേണ്ടത്. അപ്പൊ അത്തരത്തിലാണ് അതിന്റെ ഒരു രജിസ്ട്രേഷൻ തുടങ്ങുന്നത്.
പിന്നെ പഴയ പേജിൽ എഴുതിയതുപോലെ എല്ലാ പേജിലും പേര്, ID നമ്പർ എടുത്ത് എഴുതേണ്ടതുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ രജിസ്റ്ററിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ 2 ഇൻഡെക്സും ശരിക്കും പറഞ്ഞാൽ 2 കറസ്പോണ്ടിങ് പേജുകളും മാത്രമേ വരുന്നുള്ളൂ. മറ്റിടത്ത് അങ്ങനെ അല്ലായിരുന്നു. നമുക്കിപ്പോൾ പ്രഗ്നന്റ് വിമൺ എടുക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് വിമണിന് തന്നെ ഏകദേശം 4 എൻട്രിയോളം ഉണ്ട്. ഈ ഓരോ എൻട്രി വരുന്ന പേജിലും കറസ്പോണ്ടിങ് മദറിന്റെ പേര് ആവർത്തിച്ച് എഴുതേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ അത് ഒഴിവാവുകയാണ്. ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ECക്ക് ഒരു ഇൻഡെക്സ്, ആ ECയുടെ ഇൻഡെക്സിൽ നിന്ന് നേരിട്ട് ECയുടെ ട്രാക്കിങ്ങിലേക്ക് പോകാം. അവിടെ തന്നെ അതേ പേജിൽ തന്നെ മദർ അതായത് മീൻസ് പ്രഗ്നന്റ് വ്യൂമൻ ആവുകയാണെങ്കിൽ ആ പ്രഗ്നന്റ് വ്യൂമനിന്റെ ട്രാക്കിങ്ങും സർവീസും ഡെലിവറിയും PNCയും എല്ലാം എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇൻഫന്റ് വരെ ആ സെയിം പേജിൽ തന്നെ എഴുതാം. അപ്പൊ അതായത് ECയുടെ ഇൻഡെക്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ECയുടെ ട്രാക്കിങ്ങിലേക്കും പോകാം, ആന്റിനേറ്റലിന്റെ ട്രാക്കിങ്ങിലേക്ക് പോകാം, മദറിന്റെ ട്രാക്കിങ്ങിലേക്ക് പോകാം. ചൈൽഡിന്റെ രജിസ്ട്രേഷൻ പേജിൽ നിന്ന് ചൈൽഡിന്റെ ഇൻഡെക്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചൈൽഡിന്റെ ട്രാക്കിങ്ങിലേക്ക് പോകാം. അപ്പൊ അവിടെ വേറെ ഒരു പേജിലും നമുക്ക് നമ്പറോ പേരുകളോ ഒന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഇൻഡെക്സിൽ ഒരു പ്രാവശ്യം എഴുതുന്ന ബെനിഫിഷ്യറിയുടെ പേര് കറസ്പോണ്ടിങ് അവരുടെ എൻട്രി പേജിൽ, ആ എൻട്രി പേജ് എന്ന് പറയുന്നത് ECക്കും മദറിനും ആണെങ്കിൽ 2 പേജ് വരുമെന്നേ ഉള്ളൂ. അത് ഒരു സെയിം പേപ്പറിന്റെ അപ്പുറവും ഇപ്പുറവും. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ നമ്മൾ മറിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പേജ് നമ്പർ എൻട്രിയേ വരത്തുള്ളൂ. അവിടെ തന്നെ ഈ ഫുൾ ഡേറ്റാസ് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു ചോദ്യം വന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും സീരിയൽ നമ്പർ സെയിം ആണോ വരേണ്ടത്? അത് ഒരിക്കലും അങ്ങനെ വരണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 2 ഇൻഡെക്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ ഒന്നാമത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ EC. ആ ECയെ നമുക്ക് കിട്ടുന്ന ECക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തു പോകുന്നത്. ആദ്യം ഒരെണ്ണം കിട്ടി, അത് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അടുത്ത ഒരെണ്ണം മൈഗ്രേറ്റ് ചെയ്ത് വന്നു, അതിനെ നമ്മൾ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തു, അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല, അവർക്ക് നമ്പർ കിട്ടി, അവരുടെ കറസ്പോണ്ടിങ് ഏരിയയിൽ അവർക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നു. ആ ക്രമത്തിലാണ് പോകുന്നത്. ആ ക്രമത്തിൽ തന്നെ ഇവര് പ്രഗ്നന്റ് ആവണമെന്നോ അമ്മയാകണമെന്നോ കുഞ്ഞുണ്ടാവണമെന്നോ ഇല്ല. അപ്പോൾ നമുക്ക് EC രജിസ്ട്രേഷൻ ആ ഒരു ഇൻഡെക്സ് മാത്രം. അതിൽ നിന്ന് കറസ്പോണ്ടിങ് പേജിൽ അവർ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പ്രഗ്നന്റ് വിമൻ ട്രാക്കിംഗ്, അതുപോലെ മദർ PNC ട്രാക്കിംഗ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരും. ചൈൽഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏരിയയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ മൈഗ്രേറ്റ് ആകുന്ന പ്രകാരം ചൈൽഡ് ഇൻഡെക്സിൽ നമ്മൾ കുട്ടികളെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇത് രണ്ടിന്റെയും സീരിയൽ നമ്പർ ഒരു കാരണവശാലും സെയിം വരാൻ സാധ്യതയില്ല, സെയിം വരേണ്ട ആവശ്യം. പിന്നെ ഇനി മറ്റൊരു സംശയം വന്നിരിക്കുന്നത്, പിന്നെ ഓൾഡ് രജിസ്റ്റർ EC ക്യാരി ഫോർവേഡ് ചെയ്യണമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ RCH രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓരോ പുതിയ രജിസ്റ്ററും 2 സാമ്പത്തിക വർഷത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സാമ്പത്തിക വർഷത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ RCH ID എന്ന് പറയുന്ന അമ്മയുടേതായാലും കുഞ്ഞിൻ്റെതായാലും അത് ലൈഫ് ലോങ് ആണ്, യുണീക്ക് ID ആണ്. ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മാറുന്നില്ല. അപ്പോൾ ഇവിടെ EC രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കുള്ള ഒരു രജിസ്റ്ററാണ്. അപ്പൊ ആ 2 വർഷത്തിൽ നമ്മൾ EC രജിസ്റ്റർ ഇപ്പോൾ ഉദാഹരണമായിട്ട് 2021 ഏപ്രിലിൽ എഴുതി തുടങ്ങും. ആ ഏപ്രിലിൽ എഴുതി തുടങ്ങുമ്പോൾ EC രജിസ്റ്റർ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ സമയത്ത് ആ വാർഡിൽ, ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ 5-ാം വാർഡിൽ എത്ര EC ആ സമയത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ECയുടെ ഡെഫിനിഷൻ പ്രകാരം 18 വയസ്സ് മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ ആ കുടുംബങ്ങളുടെ EC ഡീറ്റെയിൽസ് ആണ് എഴുതാനുള്ളത്. അത് പഴയ രജിസ്റ്ററിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല. അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യമായി അത് നമുക്ക് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് എഴുതാം. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ പേരുടെയും ഡീറ്റെയിൽസ് അവിടെ വേണം. അതിനാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കോളം ഉള്ളത്. ആ സ്റ്റാറ്റസിലാണ് നമ്മൾ ECയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് എഴുതുന്നത്. ആ സ്റ്റാറ്റസിൽ ഇനാക്റ്റീവ് എന്ന് എഴുതിയാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ വന്നു കഴിഞ്ഞാൽ, സ്റ്റെറിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇനാക്റ്റീവ് ആക്കി മാറ്റാം. അപ്പൊ അങ്ങനെ ഇനാക്റ്റീവ് ആക്കി മാറ്റിയ ആള് അടുത്ത പുതിയ രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഏജ് ഗ്രൂപ്പ് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അവരുടെ സ്റ്റാറ്റസ് മാത്രമാണ് മാറുന്നത്, അല്ലാതെ അവരെ നമ്മൾ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. അവർ ഈ രജിസ്റ്ററിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്.
അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് പഴയ രജിസ്റ്റർ പുതിയ രജിസ്റ്റർ എന്നൊരു സംവിധാനമില്ല. EC രജിസ്റ്റർ കറസ്പോണ്ടിങ് വർഷങ്ങളിലേക്കാണ് പറയുന്നത്, 2 സാമ്പത്തിക വർഷത്തേക്ക് പറയുന്നു. ഇപ്പൊ നമ്മുടെ ഈ പുതിയ രജിസ്റ്റർ തുടങ്ങുന്നത് 2021-22 തുടങ്ങുന്നത്. അപ്പൊ 21-22 തുടങ്ങിയാൽ 22-23 വരെ ഈ രജിസ്റ്ററിന് വാലിഡിറ്റി ഉണ്ട്. അടുത്ത പുതിയ രജിസ്റ്റർ വരുമ്പോൾ അത് 23-24 തുടങ്ങുന്നതെങ്കിൽ ആ പുതിയ രജിസ്റ്ററിലേക്ക് ECയെ മാറ്റുമ്പോൾ ഈ രജിസ്റ്ററിലുള്ള ഏജ് ഗ്രൂപ്പ് കഴിയാത്ത എല്ലാ ECയെയും അതിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ EC ഇതൊരു പുതിയ രജിസ്റ്റർ ആയതുകൊണ്ട് ഇനി പുതുതായിട്ട് വരുന്ന ECയെ മാത്രം എഴുതുക എന്നുള്ളതല്ല അതിനർത്ഥം. അപ്പൊ അതിന് എല്ലാ ECയും രജിസ്റ്ററിൽ എഴുതണമോ എന്നുള്ളൊരു ചോദ്യം ഒരുപാടെണ്ണം വന്നിരുന്നു. അതിനുള്ള ഉത്തരം അത് തൃപ്തികരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം IFA കാൽഷ്യം എത്ര എണ്ണം വീതം കാണിക്കണം, അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന എണ്ണമാണ്. ആ രജിസ്റ്ററിൽ എഴുതേണ്ടത് എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ അവർക്ക് എത്ര എണ്ണമാണ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള എണ്ണമാണ് ഇവിടെ നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ EC എൻട്രി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള സംശയം ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. ന്യൂ FP അക്സെപ്റ്റൻസ് ECയുടെ മാത്രം എൻട്രി ചെയ്താൽ മതിയോ എന്നുള്ളത്. അപ്പൊ EC രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി, നമുക്ക് ആ പറയുന്ന നമ്മുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടുള്ള EC ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരേണ്ടത്. അപ്പൊ അതിൽ കറസ്പോണ്ടിങ് സ്റ്റാറ്റസിൽ നമുക്ക് ആ രേഖപ്പെടുത്തുവാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ട് വന്ന ഡൗട്ട്സുകളാണ് ഇതിൽ ഇവിടെ സെക്ഷനിൽ നോട്ട് ചെയ്ത് തന്ന സംശയങ്ങളാണ് ഞാനിതിൽ പറഞ്ഞത്. പിന്നെ അതിൽ PMSMA എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. PMSMA എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? അതായത് ശരിക്കും പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പുതിയ പ്രോഗ്രാമാണ്. അപ്പൊ ഇതില് ശരിക്കും സ്വകാര്യ മേഖലയുടെ കൂടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. എല്ലാ മാസവും 9-ാം തീയതി ഗർഭിണികൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ ഗൈനക്കോളജിസ്റ്റ് ഉള്ള ആശുപത്രികൾ, അത് സ്വകാര്യ സ്ഥാപനമാവാം, ക്ലിനിക്കുകളാവാം, ഗവൺമെന്റ് ഡോക്ടേഴ്സ് ആവാം, അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ എവിടെയായാലും മാസത്തിൽ ഒരു ദിവസം ഇവർക്ക് വേണ്ടി സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ PMSMA എന്ന് പറയുന്നത്. അപ്പൊ PMSMA പലയിടത്തും വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പൊ ആ PMSMA എന്ന് പറയുന്ന വിസിറ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് നമ്മുടെ RCH സർവീസിന്റെ ഭാഗമല്ല, ഒരു പ്രത്യേകം പ്രോഗ്രാമായിട്ട് നടപ്പിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് പ്രത്യേകം ഒരു കോളവും കൂടി വന്നത്. നമ്മുടെ ANC കെയർ നമ്മൾ കൊടുക്കുന്ന ആന്റിനേറ്റൽ സർവീസ് കൂടാതെയാണ് ഈ PMC എൻട്രി വരേണ്ടത്. അല്ല, PMC അല്ല, PMSMA എൻട്രി വരേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനമായും നോട്ട് ചെയ്യപ്പെട്ട സംശയങ്ങൾ ഒക്കെ പറയാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് നോക്കാവുന്നതാണ്. സാർ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതിപ്പോ പറഞ്ഞല്ലോ, ഒരു രജിസ്റ്ററിന്റെ ഒരു കൺവേർഷൻ, നമ്മൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു രജിസ്റ്റർ പുതിയൊരു ഫോർമാറ്റിലേക്ക് പോകുന്നു. അപ്പൊ ഇത് ഈ ഒരു ട്രെയിനിങ് സാറ് സൂചിപ്പിച്ചതുപോലെ യൂട്യൂബിൽ ഉണ്ടാവും. അതൊന്ന് കേട്ടിട്ട് തന്നെ നമ്മുടെ ഈ രജിസ്റ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സോഫ്റ്റ് കോപ്പി ഇവിടെ നിന്ന് മെയിൽ ചെയ്തിരുന്നു. ആ സോഫ്റ്റ് കോപ്പി ഒന്ന് നേരിട്ട് നോക്കിയിട്ട് ഈ ഒരു രജിസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഇതൊരു ചർച്ചയിലൂടെ പങ്കെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇടയ്ക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരുന്ന ഈ ഒരു രജിസ്റ്റർ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ കോട്ടയത്തു നിന്നാണ്. സർ, ഈ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിൽ സേവനത്തിന് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, സ്വകാര്യ ആശുപത്രികളിൽ സേവനത്തിന് പോകുന്ന ആൾക്കാര് നമ്മളിപ്പോ സ്കാനിങ് മറ്റ് അങ്ങനെയുള്ള ഡേറ്റ എൻട്രി ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോയി വരുന്നവരുടെ ആ പേപ്പറുകളൊന്നും നമുക്ക് ലഭിക്കാറില്ല. അപ്പൊ അതുപോലെ തന്നെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി എങ്ങനെ കാണിക്കണം? ടൈപ്പ് ഓഫ് ഫെസിലിറ്റി അവിടെ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കാണിക്കാം. അതുപോലെ സാർ, ഇവിടെ ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു. IFA കാൽസ്യം നിങ്ങൾ കൊടുക്കുന്നത് എൻട്രി ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കൊരു യൂണിഫോം ആയിട്ടൊരു ഇത് പറയുന്നുണ്ടല്ലോ, ഓരോ വിസിറ്റിലും ഇത്ര കാൽസ്യം കൊടുക്കണം, ഇത്ര IFA കൊടുക്കണം എന്നുള്ളൊരു യൂണിഫോം ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് പലരും വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ 30-30-40 എന്ന് അയൺ ഗുളിക 100-ന് കണക്ക് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അത് നമുക്ക് 4 വിസിറ്റ് വരുന്നതില് ആദ്യത്തെ വിസിറ്റ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്,
അത് കഴിഞ്ഞ് വരുന്ന 3 വിസിറ്റിൽ നമ്മളൊരു യൂണിഫോം ആയിട്ട് എത്ര കൊടുക്കണമെന്നുള്ളത് പലരും പലതരത്തിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അല്ല, ഇത് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതല്ലേ? വ്യക്തമായിട്ട് പലർക്കും അറിയില്ല. ഇതുപോലെ ഇവാലുവേഷൻ ടീമിൽ വരുന്നവർ പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ ചില ട്രെയിനിങ്ങുകളിൽ മാത്രമേ കേൾക്കുന്നതല്ലാതെ ഒരു യൂണിഫോം ആയിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. 60 ആണ് 3 വിസിറ്റിൽ കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റി ഒരു യൂണിഫോമിറ്റി വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ ഈ IFAയും ഇതുമെല്ലാം വിതരണം ചെയ്തു തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ആവർത്തിച്ചു വരുന്ന ഒന്നാണ്. അത് ചിലര് ഈ പറഞ്ഞതുപോലെ അവർക്ക് ലഭ്യമായ സാധനം വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള എൻട്രിയിൽ വ്യത്യാസം വരുന്നത്. ഇത് നമുക്ക് രജിസ്റ്ററിൽ നിങ്ങൾ ആ ബെനിഫിഷ്യറിക്ക് എത്ര എണ്ണം കൊടുത്തുവോ അതാണ് രജിസ്റ്ററിൽ എൻട്രി ചെയ്യേണ്ടത്. അത് നമുക്ക് RCH പോർട്ടലിൽ വരുമ്പോഴാണ് ആ കറക്റ്റ് എണ്ണം അല്ലെങ്കിൽ അത് ബെനിഫിഷ്യറി ആയിട്ട് കണക്കാക്കപ്പെടത്തില്ല. അതെ, അതാണ് നമുക്ക് വേണ്ടത്. പോർട്ടലിലേക്കും കൂടെ എൻട്രി ചെയ്യുന്നതിന്റെ ഒരു വേർഷൻ ആണല്ലോ നമ്മുടെ രജിസ്റ്റർ. അല്ല, അതില് ഞാൻ പറഞ്ഞല്ലോ, അതിലിപ്പോ നമുക്ക് ശരിക്കും ബെനിഫിഷ്യറിക്ക് കൃത്യ എണ്ണം വീതം കൊടുത്ത് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ RCHൽ എത്രയാണ് എന്നുള്ള പോർട്ടലിൽ ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ വരത്തുള്ളൂ. പക്ഷെ രജിസ്റ്ററിൽ നമുക്ക് നിങ്ങൾ കൊടുക്കുന്നതല്ലേ എഴുതാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്നത് എഴുതുക രജിസ്റ്ററിൽ, അതിൽ പ്രയാസമില്ല. അത് നിങ്ങൾക്ക് ലഭ്യമായതും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിയുന്നതും എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ രേഖപ്പെടുത്തും. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് PC മീഞ്ചയാണേ. ഓക്കെ സാർ, നമുക്ക് ഇപ്പം കഴിഞ്ഞ വർഷത്തെ തുടർച്ചയായിട്ടുള്ള ECയും ഈ രജിസ്റ്ററിൽ എഴുതണോ? EC രജിസ്റ്റർ നമ്മൾ പറഞ്ഞല്ലോ. EC എന്ന് പറഞ്ഞാൽ നമ്മുടെ RCH രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 2 വർഷത്തേക്കുള്ളതാണ് രജിസ്റ്റർ. നമ്മുടെ EC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ അതിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ ഏരിയയിൽ താമസിക്കുന്ന 18 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉള്ള EC, അതാണ് നമ്മൾ EC ആയിട്ട് നമ്മൾ എഴുതുന്നത്. അത് നമുക്ക് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ പഴയ രജിസ്റ്ററിൽ ഉള്ളത് ഇതിൽ എഴുതണ്ട അല്ലെങ്കിൽ ഇതിൽ പുതിയത് മാത്രം എഴുതണമെന്നുള്ളതല്ല. നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള ഫുൾ EC ഇതിലുണ്ടാവണം. അത്തരത്തിലാണ് EC രജിസ്റ്റർ പോകുന്നത്. അടുത്ത ഈ രജിസ്റ്റർ മാറി പുതിയ രജിസ്റ്റർ വരുമ്പോൾ അപ്പോൾ ആ ഏരിയയിലുള്ള മൊത്തം EC ആ രജിസ്റ്ററിൽ ഉണ്ടാവണം. അങ്ങനെയാണ് RCH രജിസ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ സമ്മറി എഴുതുമ്പോൾ നമ്മള് ഇപ്പം 4 വാർഡ് ഉണ്ടെങ്കിൽ 4 വാർഡിലായിട്ടാണല്ലോ സമ്മറി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ, EC രജിസ്റ്റർ ഒരു വാർഡിന് ഒരു രജിസ്റ്റർ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. RI നമ്മുടെ ORIയുടെ സമ്മറി എഴുതുന്ന കാര്യത്തിനെ കുറിച്ചാണ് സാറ് സംശയം. നമ്മൾ സബ് സെന്റർ വൈസ് ആണല്ലോ RI സെക്ഷൻ നടത്തുന്നത്. അപ്പൊ സമ്മറി ഇപ്പൊ 4 വാർഡ് ഉണ്ടെങ്കിൽ 4 വാർഡിലായിട്ടാണല്ലോ സമ്മറി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഔട്ട് ഓഫ് ഏരിയ കുട്ടികളും വരുമല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊരു വിശദീകരണം തരാൻ പറ്റുമോ? അല്ല, ഔട്ട് ഓഫ് ഏരിയ കുട്ടികൾ വരുന്നത് കൊണ്ട് ഇതിപ്പോ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ സ്റ്റോക്ക് അത് പിന്നെ വെന്യൂ വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതാണ് നമ്മൾ അവസാനത്തെ 2 പേജുകളിൽ ഇടുന്നത് അല്ലെ. നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന സംഭവം അതാണ്. അതായത് സ്റ്റോക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത് വന്നതുകൊണ്ട് ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്റർ ഒഴിവാകുന്നില്ല. അത് നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്. ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്റർ എന്തായാലും നമുക്ക് സൂക്ഷിച്ചേ പറ്റൂ. അപ്പൊ ആ ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്ററിൽ നിന്ന് നമ്മുടെ RCH രജിസ്റ്ററിൽ അതാത് വാർഡുകളിലെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. അത് മാത്രം എഴുതിയാൽ മതി. അപ്പൊ അതില് ഇപ്പം പിന്നെ സിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഔട്ട് ഓഫ് ഏരിയ കേസ് വരാം. അത് നമുക്കിപ്പോ ഇതില് അത് വരുന്നില്ലല്ലോ. കാരണം ഇതിൽ ആ എണ്ണം വരുന്നില്ലല്ലോ. എണ്ണം വന്നാലും നമ്മൾ അത് രേഖപ്പെടുത്തിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് വേറെ ഉണ്ടാവില്ല. ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്ത വാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബെനിഫിഷ്യറി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് അത് ഇതുമായിട്ട് ടാലി ആയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ 4 വാർഡ് ഉണ്ടെങ്കിൽ 4 വാർഡിലായിട്ട് 20 കുട്ടിയാ വന്നിരിക്കുന്നത്. ടോട്ടൽ 20 കുട്ടിയാ വന്നിരിക്കുന്നെങ്കിൽ 4 ബുക്കിലായിട്ട് 20 കുട്ടികളുടെ ഡീറ്റെയിൽസ് എഴുതണം. അങ്ങനെ ഇപ്പൊ ഈ 20 കുട്ടികളും നമ്മുടെ ഏരിയയിലാണെങ്കിൽ അങ്ങനെ വരും. അതല്ല ആ കുട്ടികൾ ഹലോ സാറേ, CHC അഗളിന്നായിരുന്നു പാലക്കാട് ജില്ലയിലെ. ഓക്കെ, അഗളി പറഞ്ഞോളൂ.
സാറേ ഒരു ഡൗട്ട്, സാറ് പറഞ്ഞതാണ് EC കംപ്ലീറ്റ് നമ്മൾ ആദ്യം തൊട്ട് എഴുതുന്നത്. അപ്പൊ നമ്മൾ രജിസ്റ്ററോട്ട് എഴുതുമ്പോൾ അവരുടെ നമ്പർ എങ്ങനെയാ കൊടുക്കേണ്ടത്? പഴയ കണ്ടിന്യൂഷൻ ആയിട്ടാണോ നമ്പർ കൊടുക്കുന്നത്? ഒരു ഒരു നമ്പർ കൊടുക്കണമല്ലോ. നമ്പർ എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്നത് പിന്നെ ECയുടെ ഒരു സെക്കൻഡ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് അതില് ഇൻഡെക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ EC നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. നമുക്ക് വരുന്നത് സീരിയൽ നമ്പറും അതുപോലെ ആ സീരിയൽ നമ്പർ അല്ലേ നമ്മളിപ്പോ ഈ സാമ്പത്തിക വർഷത്തിൽ ഇപ്പൊ നമ്മള് പഴയ ബുക്കിൽ ഇപ്പൊ ഒരു 100 പേരെ എഴുതി കൂട്ടിക്കും സീരിയൽ നമ്പർ ഇട്ടിട്ട്. അതാണല്ലോ നമ്മൾ ഈ നമ്പർ ഒന്നൊന്ന് വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ EC എഴുതുന്നതിന് അല്ല, അതില് സാങ്കേതികമായിട്ട് വേറെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ രജിസ്റ്ററിൽ എഴുതുമ്പോൾ ഒന്നാമത് എഴുതുന്നയാൾ 1 സീരിയൽ നമ്പർ 1 അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ രജിസ്റ്ററിലെ അയാളുടെ നമ്പർ എത്രയാണോ ആ നമ്പറിന് തുടർച്ചയാണോ അങ്ങനെ ഒന്നുമില്ല. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് RCH ID നമ്പർ മാത്രമേ ഉള്ളൂ. RCH ID നമ്പർ ഓഫ് ഹ്യൂമൻ, അതാണ് ഇതിന്റെ ഒരു കാതലായ വശം എന്ന് പറയുന്നത്. ബാക്കി സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതാത് രജിസ്റ്ററിൽ എഴുതുന്ന സീരിയൽ നമ്പർ. ഇപ്പൊ നമ്മൾ ഈ പുതിയ രജിസ്റ്റർ 20, 21, 22 തുടങ്ങുമ്പോൾ ഒന്നാമത് ഇതിൽ എഴുതുന്ന EC ഏതാണോ അതാണ് 1. അത് പഴയ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതുതായിട്ട് വന്നതാവാം. ഏതായാലും സാങ്കേതികമായിട്ട് പ്രയാസമില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകാം, 1 തൊട്ട് എഴുതി പോകാം. ഈ രജിസ്റ്റർ തീർന്ന് അടുത്ത 2 വർഷം കഴിഞ്ഞിട്ട് പുതിയ രജിസ്റ്റർ എടുക്കുമ്പോൾ അതിൽ എഴുതി തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ എഴുതുന്ന EC 1 തന്നെയാണ്. ഒന്നാമത്തെ തൊട്ടാണ് എഴുതി തുടങ്ങുന്നത്. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല ഒരിക്കലും. അതാണ് നമ്മൾ RCH രജിസ്റ്ററിൽ ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. RCH രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ 2 വർഷത്തേക്ക്, ആ 2 വർഷത്തില് സീരിയൽ നമ്പർ പിന്നെ മാറില്ല. അതാണ് അവിടെ നമ്മൾ ഓരോ മാസവും ചേർക്കുന്ന പുതിയ ECയെ കണ്ടിന്യൂസ് നമ്പർ ഇട്ടേ പോകാവൂ. അത് ഈ 2 വർഷത്തേക്ക് സെയിം നമ്പർ തന്നെ റണ്ണിങ് ആയിരിക്കും. കഴിഞ്ഞ് പുതിയ രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും സീരിയൽ നമ്പർ 1 മുതൽ തുടങ്ങും. അപ്പൊ ഇതിൽ ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 181 വരുന്ന EC പുതിയ രജിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 ആവും. അതിൽ സാങ്കേതികമായിട്ട് യാതൊരുവിധ പ്രയാസവും ഇല്ല. അവരുടെ RCH ID നമ്പർ മാത്രമാണ് നമുക്ക് യുണീക്ക് ആയിട്ട് പോകുന്നത്, അത് മാറില്ല. ഓക്കെ സാർ, നന്ദിയോട് PCC എന്നാണ്. സർ, ഒരു സംശയം. ഗവൺമെന്റ് സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഡെലിവറിക്ക് ശേഷം, അതായത് പ്രൈവറ്റ് ആയിട്ട് പോയി വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവര് കാൽഷ്യം അയണും എടുക്കുന്നത് നമ്മൾ പോർട്ടൽ എൻട്രി ചെയ്യണോ? അത് മുമ്പൊരിക്കൽ ഇവിടെ ഡിസ്കഷൻ നടന്നപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് പോർട്ടൽ എൻട്രി ചെയ്യാം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ രജിസ്റ്ററിന്റെ ഭാഗമല്ല എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് മുമ്പ് ഇവിടെ ഒരു മീറ്റിംഗിൽ അത്തരത്തിലൊരു ഡിസ്കഷൻ വന്നായിരുന്നു. അതായത് നമുക്ക് IFA, കാൽഷ്യം ഇവയുടെയൊക്കെ എൻട്രി വളരെ കുറവാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അതിൽ അവർ കൊറിയിട്ട് റിപ്പോർട്ട് ഇങ്ങോട്ട് തരാറുണ്ട്. അപ്പൊ അതിൽ വരുന്നത് നമ്മൾ കൊടുക്കുന്ന ആന്റിനേറ്റൽ സർവീസ് ഡെഫിഷ്യൻസി പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ഈ എൻട്രിയിൽ വരുന്ന കുറവാണ്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ഇവിടെ മുമ്പൊരു മീറ്റിംഗിൽ ഒരു ചർച്ചയിൽ വന്നപ്പോൾ ഇവരുടെ നിർദ്ദേശം വച്ചിരുന്നു, സ്വകാര്യ ആശുപത്രികളിൽ നിന്നോ അവര് വാങ്ങി ഉപയോഗിക്കുകയോ ചെയ്യുന്നപ്പോ ഗൾഫിലായിട്ടുള്ള അതുപോലും ഇവിടെ ഡിസ്കഷനിൽ വന്നു. അപ്പൊ ഗൾഫിലായിരിക്കുമ്പോൾ അവർ ഉപയോഗിച്ചത് അതും അവർ ഉപയോഗിച്ചു കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി JPH-നെ എൻട്രി ചെയ്യാം, RCH പോർട്ടലിൽ എൻട്രി ചെയ്യാം, അത് നമ്മുടെ റെക്കോർഡിലും രേഖപ്പെടുത്താം എന്ന് തന്നെയാണ് അന്ന് വിശദീകരിച്ചത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ. നാളെ ഇപ്പൊ ഒരു ബേബി മൈഗ്രേറ്റഡ് ഔട്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കാണിക്കാൻ കിടക്കുന്നു. അപ്പൊ അതെങ്ങനെയായിരിക്കും സർ? മൈഗ്രേറ്റഡ് ഔട്ടിന്റെ നമ്മളിപ്പം വീണ്ടും വാടകയ്ക്ക് വേറെ സ്ഥലത്തേക്ക് പോകും. നമ്മൾ മൈഗ്രേറ്റഡ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരി സാർ, നമുക്ക് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസിനകത്ത് അതിനകത്ത് ഡ്യൂ ലിസ്റ്റിനകത്ത് ഈ അല്ല, ഇത് നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു RCH പോർട്ടലിന്റെ ഡൗട്ടാണ് അല്ലേ? അതെ അതെ അതെ, RCH പോർട്ടലിന്റെ ഡൗട്ട് അത് ശരിക്കും നമുക്കത് ബന്ധപ്പെട്ട ആളുമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് പോർട്ടലിൽ വരുത്തുന്ന ചേഞ്ചുകൾ എന്താണെന്ന് കറക്റ്റായിട്ട് പറയുവാൻ എനിക്ക് അത്ര എളുപ്പമല്ല. രജിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഇൻഡെക്സ് പേജിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളം ഉണ്ട്. ആ സ്റ്റാറ്റസിലാണ് നമ്മൾ മൈഗ്രേറ്റഡ് ഔട്ട് രേഖപ്പെടുത്തുന്നത്. അതുപോലെ ആ കുഞ്ഞിന്റെ പിന്നെ കറസ്പോണ്ടിങ് പേജിലും സ്റ്റാറ്റസിന്റെ ഭാഗത്ത് മൈഗ്രേറ്റഡ് ഔട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആ ഡേറ്റ എൻട്രി അവിടെ നിന്നു.
ആ രജിസ്റ്ററിൽ ആ പേജിൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. മറ്റേ പോർട്ടലില് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ RCH പോർട്ടലിന്റെ ആളുമായി ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. അത് ഞാൻ ഈ ഒരു സംശയം ഒരു സാമ്പത്തിക വർഷം സാർ, ഒരു സാമ്പത്തിക വർഷം രജിസ്റ്റർ ചെയ്തൊരു ഗർഭിണിയെ നമ്മള് ആ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് വീണ്ടും ഗർഭിണിയായാൽ ഈസി പേജില് ഒരു പുതിയ പേജ് എടുത്ത് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തുടങ്ങണ്ടേ? വേണ്ട വേണ്ട, പുതിയ പേജ് എടുത്ത് ഈസി ആക്കണ്ട. ഈസി രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഈ രജിസ്റ്റർ പ്രകാരം ഈസി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സിൽ മാത്രമാണ്. ഒരു ഇൻഡെക്സിൽ ഈസി നമ്മൾ എഴുതി അതിന്റെ കറസ്പോണ്ടിങ് പേജ് നമ്പർ കൊടുത്താണ് അവിടെ നമ്മൾ എഴുതുന്നത് ആണല്ലോ. ഇനി അതേസമയം ആ സ്ത്രീ ഒന്നുകൂടി ആ 2 സാമ്പത്തിക വർഷത്തിനുള്ളിൽ 2 സാമ്പത്തിക വർഷത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ 2 സാമ്പത്തിക വർഷത്തിൽ ഒന്നും കൂടി പ്രഗ്നന്റ് ആയാൽ അവർക്ക് ഒരു പുതിയ പേജ് എടുത്ത് ആ പറഞ്ഞതുപോലെ മദർ ട്രാക്കിംഗ് അവിടെ എഴുതാം. ആ കറസ്പോണ്ടിങ് പേജ് നമ്പറും ഇൻഡെക്സിൽ വരും. ഓക്കെ ഓക്കെ. അതെ, നമ്മള് ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ട് വാർഡ് വൈസില് സ്റ്റോക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടോ വാക്സിൻ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, വാക്സിന്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് പിന്നെ മൊത്തം സ്റ്റോക്ക് എൻട്രി ചെയ്താൽ മതിയോ? വാർഡ് വൈസ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അതാണ്, അത് എവലിന് നമ്മള് ഡെയിലി സ്റ്റോക്ക് എൻട്രി വരുത്തുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് സ്റ്റോക്ക് രജിസ്റ്റർ എന്തായാലും പ്രത്യേകം ഉണ്ട്. ഇത് പുതിയ നമ്മൾ പറഞ്ഞല്ലോ RCH രജിസ്റ്റർ വളരെ സമഗ്രമാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ RCHുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് ഐറ്റംസ് അത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതിപ്പോ വാക്സിൻസും അതുപോലെ FP മെത്തേഡ്സിനുള്ള കാര്യങ്ങൾ അത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ ബെനിഫിഷ്യറി ID നമുക്ക് വരില്ലേ? ബെനിഫിഷ്യറിക്ക് മാത്രമേ പോവുള്ളൂ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോ RCH ID? അല്ല, RCH IDയിൽ ഇപ്പോ നിലവില് നിങ്ങൾ RCH പോർട്ടലില് രജിസ്റ്റർ ചെയ്യുമ്പോൾ ID നമ്പർ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പോ അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ രജിസ്റ്ററിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഇനി അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും RCH രജിസ്റ്ററിന്റെ ഇതിന്റെ രജിസ്റ്ററിന്റെ വിശദീകരണത്തിൽ അങ്ങനെയാണ് അതിന് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ID നമ്പർ ക്രിയേറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ നമ്പർ എടുത്ത് രജിസ്റ്ററിൽ എഴുതിയാൽ മതി. ട്രെയിനിങ് വരുമ്പോ പുതിയ പോർട്ടലാക്കുമ്പോ ട്രെയിനിങ് തരുമായിരിക്കും. അപ്പൊ വരും ട്രെയിനിങ്. ഇതിപ്പോ പറഞ്ഞല്ലോ, ഇതിപ്പോ ട്രെയിനിങ് തന്നെ ശരിക്കും നമുക്കിപ്പോ ഈ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ടാണല്ലോ ഓൺലൈൻ ഇത്തരം ഒരു ട്രെയിനിങ് വെച്ചത്.